ഹലോ 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 മക്കളെ, വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പറ, എന്തൊക്കെയാ വിശേഷം എന്ന് പറ മക്കളെ, വേഗം പറഞ്ഞോ. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതൊക്കെ മറന്നുപോയോ? എന്തൊക്കെയാ അന്തം വിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇപ്പോഴാണോ മോനായിട്ട് റിയോ ഇപ്പോഴാണോ ഇട്ടത്? ഇപ്പൊ ഇട്ട മെസ്സേജ് ആയിരുന്നോ? ഓക്കെ ട്ടോ, ശരി റിയോ, ഓക്കെ ട്ടോ, ഓക്കെയാണ് ട്ടോ, ഓക്കെയാണ്. പിന്നെ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവരും സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അല്ലേ? ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വരപ്പിച്ചതൊക്കെ എല്ലാവരും ഉഷാറായിട്ട് വരച്ചില്ലേ? കുറെ പേര് മാത്രം മിസ്സിന് അയച്ചു തന്നു, കുറച്ച് പേരൊക്കെ ഇനിയും അയച്ചു തരാനുണ്ട്. എന്തേ അയച്ചു തരാതിരുന്നേ? എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ഹോംവർക്ക് ചെയ്ത് അയച്ചു തരണം എന്നുള്ളത്? എന്തുകൊണ്ടാണ് അയച്ചു തരാതിരുന്നേ? മറന്നുപോയടാ? ഓക്കെ, സാരില്ല, പോട്ടെ കേട്ടോ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ജോമെട്രിക് ബോക്സ് ഒക്കെ എല്ലാവരുടെ കയ്യിലും ഇല്ലേ? സെറ്റ് അല്ലേ? ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും എന്ത് ചെയ്യണം? നിർത്തിവെക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കണം. എല്ലാരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കോ? ഓക്കെ തനുപ്രിയ, ഓക്കെ ട്ടോ, സെറ്റ് ആണല്ലോ. നമുക്ക് തുടങ്ങല്ലേ മക്കളെ? എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? എല്ലാരും മറന്നുപോയോ? എന്തായിരുന്നു? എല്ലാവരും എഴുതിയ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു? ട്രയാങ്കിൾസ് ആയിരുന്നു അല്ലേ? ട്രയാങ്കിൾസിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പഠിച്ചു. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ സൈഡ്സിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളതും കൂടെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡിയാണോ എന്റെ മക്കൾ? റെഡിയാണോടാ? ആർ യു റെഡി? യെസ്, ഓക്കെ, നമുക്ക് തുടങ്ങാം മക്കളെ. എക്സാം ഇല്ലല്ലോ, എക്സാം ഉണ്ടെങ്കിൽ മിസ് പറയട്ടോ. ഇന്ന് എക്സാം ഒന്നുമില്ല, ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മളുടെ വർക്ക്ഔട്ട് സെക്ഷൻ്റെ അന്നായിരിക്കും എക്സാം ഉണ്ടായിരിക്കും, അത് മിസ് അറിയിക്കും കേട്ടോ. ഓക്കെടാ, നമുക്ക് തുടങ്ങാം. നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു മക്കളെ? ഒരു ട്രയാങ്കിളിന്റെ ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. എന്റെ മക്കൾ പറയണേ. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്റെ എത്ര മക്കൾക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. Which of the following set of three length can be used to draw a triangle? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ സൈഡ്സിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് എന്ന് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ മക്കളൊന്ന് വേഗം പറഞ്ഞേ. പറയൂ. 4 സെന്റിമീറ്റർ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, ഈ 3 മെഷേഴ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് തോന്നുന്നു, പറ്റുമെന്ന് തോന്നുന്നില്ല, പറ്റുമില്ല. പറ്റുന്നോ പറ്റില്ലാന്നോ? പറ്റില്ലായിരിക്കും. എടാ ഒന്ന് ഉറപ്പിച്ച് പറയടാ, പറ്റുന്നോ പറ്റില്ലാന്നോ? എനിക്ക് പറ്റുന്നോ? മിസ്സിന്റെ ഇഷ്ടം പോലെ. മിസ് വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാനും പറ്റും, മിസ് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കും പറ്റില്ല. അങ്ങനെയാണോ? പറയടാ, നിങ്ങൾ പറ. ഇല്ല. യെസ്, വെരി ഗുഡ്. വരയ്ക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് മക്കളെ വരയ്ക്കാൻ പറ്റില്ല? മിസ് പറഞ്ഞായിരുന്നു നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിലെ
ഏറ്റവും വലിയ സൈഡ് ഏതാണെന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇതിൽ നോക്കുക, ഏറ്റവും വലിയ സൈഡ് ഏതാ? 10 സെന്റിമീറ്റർ ആണ്. ബാക്കി വരുന്ന രണ്ട് സൈഡ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ 10നേക്കാൾ വലിയ നമ്പർ കിട്ടണം. അപ്പൊ നമുക്ക് നോക്കാം, ഈ 4ഉം 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും 10 അല്ലേ കിട്ടുന്നത്. ഈ 10ഉം അതായത് ഇവിടൊക്കെ തന്ന 10ഉം ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്നതും ഒരേ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ട്രയാങ്കിള് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ ചെയ്യണ? ഓക്കെ ട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇത് സെറ്റ് അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഇനി നോക്ക് മക്കളെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ ഇല്ലയോ? എന്റെ മക്കൾ പറയൂ, എന്റെ മക്കൾ പറയൂ, വേഗം പറയൂ. പറയൂ പറയൂ പറയൂ, ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഞാനൊരു 1 മിനിറ്റ് മാത്രം തരാം. എന്ത്? ആലോചിക്കാൻ ഒരു സമയം തരാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, വരക്കാൻ പറ്റും. എന്തുകൊണ്ട് വരക്കാൻ പറ്റും? നമ്മള് ഈ 3 സൈഡ്സിൽ ഏറ്റവും വലിയ സൈഡ് ഏതാണെന്ന് നമ്മൾ എടുക്കുക. ഏറ്റവും വലിയ സൈഡ് ഏതാ മക്കളെ? 5 സെന്റിമീറ്റർ ആണല്ലേ. നമ്മുടെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 5 സെന്റിമീറ്ററിനേക്കാൾ വലുതാണ് എന്ത്? 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 7 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്, സെറ്റ് ആണ്. സെറ്റ് മസ അല്ലേ? പാട്ടിൽ പറയുന്നില്ലേ സെറ്റ് മസ? അതെ. 10 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇത് വെച്ച് വരയ്ക്കാൻ പറ്റുമോ മക്കളെ? പറ്റുമോ ഇല്ലയോ? പറ്റൂല. യെസ്, പറ്റൂല. വരക്കാൻ പറ്റൂല. അതെ, വരക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ സെന്റിമീറ്റർ, അതായത് ഏറ്റവും വലിയ സൈസ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഈ 10 സെന്റിമീറ്ററിനേക്കാൾ വലിയ വാല്യൂ ആണോ 5ഉം 4ഉം കൂട്ടിയാ കിട്ടുന്നത്? അല്ല, നമുക്ക് കിട്ടുന്നത് 9 സെന്റിമീറ്റർ ആണ്. 9 എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈഡായ 10നേക്കാൾ ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയാങ്കിൾ വരക്കാൻ പറ്റില്ല. ആകെ വരക്കാൻ പറ്റുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ മാത്രമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റാണ്, സെറ്റാണ്, സെറ്റാണ്. രേവതിക്കുട്ടി, ദേവതിക്കുട്ടിക്ക് എന്താണ് ഡൗട്ട്? പറഞ്ഞോ. ആദ്യം ജോയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾക്ക് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല മോളെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യത്തിന്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോള് ലാസ്റ്റ് ഒന്ന് നിന്നാ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഹൃദുലേ, എവിടേക്കാ പോയേ? എവിടെ പോയി? ഹൃദുൽ എവിടെ പോയി? ഇടയിൽ എവിടെ പോയി? എവിടെ പോയി? അപ്പൊ ഇനി പോവരുത് കേട്ടോ. ഇനി അമ്മ വിളിക്കാൻ പറഞ്ഞ ഇല്ലമ്മ, ഞാൻ മാത്സിന്റെ ക്ലാസ് കഴിയാതെ ഇനി എന്നെ എങ്ങോട്ടും ഇല്ലാന്ന് പറയണം. ഓക്കെ ആണല്ലോ? ഓക്കെടാ, സെറ്റ്. അപ്പൊ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമ്മള് വലിയൊരാളെ വരയ്ക്കാൻ പോവുകയാണ് മക്കളെ. എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയോ? Draw a triangle with base 6 centimeter and make an angle of 300 on both ends of the base. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എൻഡിൽ നിന്ന് നമ്മൾ 300 ഡിഗ്രി 300 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളെ ലൈൻ മറിഞ്ഞ് ഇവിടേക്ക് എത്തും. 300 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബേസ് വരച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ബോത്ത് എൻഡ്സിലും ആംഗിൾസ് മാർക്ക് ചെയ്യുന്നു. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മക്കളെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എല്ലാ സൈഡ്സും ഒരുപോലെ വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി എക്സാമിന് ഇക്വിലാറ്ററൽ എന്ന് തന്നു കഴിഞ്ഞാൽ, ഇക്വിലാറ്ററൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഒരേ അളവായിരിക്കും.
ചിലപ്പോൾ എല്ലാ സൈഡും 3 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാം 3 സെന്റിമീറ്റർ ആയിരിക്കും. 6 സെന്റിമീറ്റർ ആണെങ്കിൽ 3 സൈഡും എന്തായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? റെഡി ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം എഴുതി വെക്കാം. എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതിയേ. Draw a triangle with base 6 cm and make an angle of 300 on both ends. രണ്ട് അറ്റത്ത് എന്ത് വേണം? 300 വരണം. ഓക്കെ ഷാൻ, ഓക്കെ ക്ലാസ് നോട്ട് എഴുതിട്ടോ കറക്റ്റ് ആയിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആരെ ക്യാമറ ഓൺ ചെയ്യാതിരിക്കുന്നേ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ, ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാത്തവർ ആരുണ്ടാവരുത്. ഫൈഹ കുട്ടി ക്യാമറ ഓൺ ചെയ്തേ. സിയ, തനു ഓൺ ചെയ്യൂ. ഓക്കെ ഓൺ ചെയ്യൂ കേട്ടോ. ദേവഭദ്ര ഓക്കെ ട്ടോ. ദിയക്കുട്ടി പറയൂ. മോൾ എന്തേലും അവിടുത്തെ എന്തേലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഇവിടെ ഓക്കെയാണേ. ലിദിയ പറയൂ. രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കട്ടോ. നമ്മൾ ഇനി വരയ്ക്കാൻ പോവാണേ മക്കളെ. യെസ്, ഫിനിഷ് ധ്യാൻ. ഓക്കെ, നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് ഇത് വരയ്ക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും വരയ്ക്കാനൊക്കെ ഇഷ്ടമാണോ മക്കളെ? വരയ്ക്കാനൊക്കെ ഇഷ്ടമാണോ? എന്നാ മിസ് പറഞ്ഞു തരട്ടെ എങ്ങനെ വരക്കുക എന്നുള്ളത്. എല്ലാവരും അതുപോലെ ചെയ്യണം. ഓക്കെ ആണല്ലോ? ആദ്യം എല്ലാവരും ഒരു 6 സെന്റിമീറ്റർ വരച്ചേ. എല്ലാവരും ഒരു 6 സെന്റിമീറ്ററിൽ മിസ് കാണിച്ചു തരുമ്പോൾ ഒരു വര വരച്ചേ. ഇങ്ങനെ 6 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചേ. എപ്പോഴും ഞാൻ ഈ വീഡിയോ കാണിച്ചത് നിങ്ങൾ അത് നോക്കി വരക്കുമ്പോൾ എന്തുണ്ടാവില്ല? നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇത് മിസ് പറഞ്ഞു തരാം, നിങ്ങൾ അതുപോലെ ഒന്ന് വരയ്ക്കും. ഓക്കെ ആണല്ലോ? എല്ലാവരും എന്ത് ചെയ്യൂ? ഒരു 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കൂ. വരച്ചോ? യെസ്, വരച്ചു. 6 സെന്റിമീറ്റർ ആയിരിക്കണേ. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഒരു എൻഡില് ഫസ്റ്റ് മിസ് ഇവിടെ വെറുതെ ആദ്യത്തെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എൻഡില് നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചേ. ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കൂ. വേഗം വെക്കൂ. ആരാണ് പ്രൊട്രാക്ടർ വെക്കാതിരിക്കുന്നതെന്ന് മിസ് ഒന്ന് നോക്കട്ടെ. ഓക്കെ റിയോ, സെറ്റാണ്. എന്ത് ചെയ്യാ? പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് നമ്മളോട് എത്ര ഡിഗ്രിയാണ് മക്കളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്? എത്ര ഡിഗ്രിയാ? 300 അല്ലേ? 300 എന്ന് പറഞ്ഞ ഒരളവ് നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാവരുടെ പ്രൊട്രാക്ടറിൽ ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ പ്രൊട്രാക്ടറിനകത്ത് എത്രയാണ് മക്കളെ വരുന്നത്? 300 ഇല്ല, 180 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ മിസ്സിന്റെ മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിന്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ? 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള അളവാണ് എന്ത്? 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ മിസ് ഒരു വര വരച്ചു. ഇത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ. ഒരു ലൈനിന്റെ മുകളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ആംഗിൾ ആണെന്നുള്ളത്. ഈ സൈഡിലുള്ളതും എന്താണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളോട് മൊത്തമായിട്ട്
300 വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതുവരെ വരുന്ന ആംഗിൾ 180 ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 190, 200 അങ്ങനെ പോയി കണ്ട് 300 വരുമ്പോൾ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെയുള്ള അളവാണ് എന്ത് പറയുന്നത് 300 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും അല്ലേ, കുറച്ച് ഭാഗം കൂടാതെ നിൽക്കുന്നുണ്ടാവും. ആ അളവ് 60 ഡിഗ്രി ആവില്ലേ? കാരണം മൊത്തമായിട്ട് വരുന്ന ആംഗിൾ 360 ഡിഗ്രി ആണ്. നമ്മളോട് അവർ പറഞ്ഞത് 300 ഡിഗ്രി എടുക്കാനാണ്. ഈ 300 ഡിഗ്രി എടുക്കുന്നതിന് പകരം എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? 360യിൽ നിന്നും 300 കുറച്ചിട്ട് 60 ഡിഗ്രി എടുത്താൽ മതി. താഴോട്ട് 60 ഡിഗ്രി എടുത്തേ. ഇവിടെ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ നമ്മൾ നേരെ തല തിരിച്ച് വെച്ചിട്ട് 60 ഡിഗ്രി ആക്കി മാർക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണേ, മിസ് കാണിച്ചു തരാവേ. ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? മിസ് ഒരു തവണ കൂടെ വരച്ച് കാണിച്ചു തരാവേ. 6 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് മക്കളെ നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക, താഴോട്ടാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നും 60 ഡിഗ്രി ഇങ്ങോട്ടേക്കും ഇവിടെ വെച്ചിട്ട് താഴ്ന്ന് ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രി ഇങ്ങോട്ടേക്കും വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ കിട്ടും. 3 ആംഗിളും ഈക്വൽ ആയിരിക്കും, 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? 300 ഡിഗ്രി അതായത് 180യിൽ കൂടുതലുള്ള ഒരു ആംഗിൾ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാല് എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? 360 360യിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എപ്പോ 180യേക്കാൾ വലുതായിട്ടുള്ള ആംഗിൾ വരയ്ക്കാൻ പറയുമ്പോൾ ട്ടോ. എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, 180യേക്കാൾ വലുതായിട്ടുള്ള ആംഗിൾ ആണ് നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ 360യിൽ നിന്നും ആ ആംഗിൾ കുറച്ചിട്ട് എന്ത് ചെയ്യുക? താഴെ ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 300 ഡിഗ്രിയാണ് നിങ്ങളോട് അളവെടുത്ത് വരയ്ക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ 360 180 വരെ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ പ്രൊട്രാക്ടറിലും അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്കറിയാം ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമ്മൾ 300 അളവെടുത്ത് വരച്ചാലും അത് 60 ഡിഗ്രി ആക്കി വരച്ചാലും താഴോട്ട് ട്ടോ, മുകളിലല്ല, ആ വരയുടെ താഴോട്ട് 60 ഡിഗ്രി ആക്കി വരച്ചാലും നമുക്ക് ഒരേ അളവായിരിക്കും കിട്ടുക. അപ്പൊ എന്ത് ചെയ്യാ? 180യേക്കാൾ വലിയ നമ്പർ നിങ്ങൾക്ക് വരക്കാൻ തന്നു കഴിഞ്ഞാല് 360യിൽ നിന്നും ആ നമ്പർ ഇപ്പൊ 190 ആണ് നിങ്ങൾക്ക് തന്നത് എന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അപ്പൊ ഒരു വാല്യൂ കിട്ടൂലേ? അത് താഴെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മെഷർ ചെയ്താൽ മതി. ധ്യാനം മനസ്സിലായോ? ധ്യാനേ എന്താ ചെയ്യേണ്ടത്? 360യിൽ നിന്നും 300 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. അതെന്ത് ചെയ്യാ? താഴോട്ടാക്കിയിട്ട് വരയ്ക്കാം. ഓക്കെ, സെറ്റായോ? യെസ്, ഓക്കെ ആണ്. സിയ കുട്ടി പറഞ്ഞോ. പറഞ്ഞുതരാം. മക്കളെ നിങ്ങളോട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. മിസ് എറേസ് ചെയ്ത് ഒന്നുകൂടെ പറയാൻ പോവണേ. എല്ലാവരും ഈ ഡൗട്ട് ഉള്ളവർ, അതായത് ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാവാത്തവരെല്ലാവരും എന്ത് ചെയ്യുക? ഓക്കെ തനിപ്രിയ എന്ത് ചെയ്യാ? എല്ലാവരും ഇതൊരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ 6 സെന്റിമീറ്റർ വരയ്ക്കുക. നമ്മളോട് ഈ അറ്റത്തുനിന്ന് 300 ഡിഗ്രിയും ഈ അറ്റത്തുനിന്ന് 300 ഡിഗ്രിയുമാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഈ 300 ഡിഗ്രി നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ നീട്ടി വെച്ച് വരയ്ക്കണം. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യാറിയോ? മൊത്തം അളവ്, അതായത് ഈ ഒരു പോയിന്റിന് ചുറ്റും വരുന്ന ഈ മൊത്തം അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? ഒരു പോയിന്റിന് ചുറ്റുള്ള മൊത്തം ആംഗിളിന്റെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 300 360യിൽ നിന്നും കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ പ്രൊട്രാക്ടർ വെക്കുക? അത് നേരെ ഇങ്ങനെ താഴെ ഭാഗത്താക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 0 10 20 30 40 60 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? യെസ്.
നമ്മൾ താഴേക്ക് വരയ്ക്കണം. നമ്മൾ ഇങ്ങനെ 66 സെന്റിമീറ്റർ 60 ഡിഗ്രി എന്ന് വരയ്ക്കുന്നതിന് പകരം അത് നേരെ താഴോട്ടാക്കി വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ആണോ? അഭിനന്ദ് ഞാനൊരു ക്യാമറ ഓൺ ചെയ്ത് മക്കളെ. യെസ് 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 ഇഷ. ഓ ഓ പറഞ്ഞോ. ഓ ആയിക്കോട്ടെ ട്ടോ. എന്താണ്? ആ അത് മോന്റെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ട്ടോ. ഓക്കെ ആണോ? ഈ നോട്ട്സ് എഴുതിയത് എനിക്ക് അയച്ചു തരണം കേട്ടോ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ആ ആണ് പറ. ഓക്കെടാ സെറ്റ്. ഫൈഹ കുട്ടി പറയൂ. ഇപ്പൊ ക്ലാസ് എടുത്തിട്ടുള്ളൂ, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ ലേറ്റ് ആയേ? അതിവിടെ കറണ്ട് പോയിട്ട് നെറ്റ് ഉണ്ടായിരുന്നില്ല. അതാ ചെറിയൊരു ടോപ്പിക് എടുത്തുള്ളൂ. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ എടുത്തെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ഒരു പ്രോബ്ലം ചെയ്തതേ ഉള്ളൂ. ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. കാണിച്ചു തരാം കേട്ടോ. അരുന്ധതി പറഞ്ഞോ. ജോമെട്രിക്കൽ ബോക്സ് ആണ് നമുക്ക് സ്കൂളിൽ വെച്ച് വന്നാ എന്ത് ചെയ്യും? മോള് ശ്രദ്ധിച്ചിരിക്കട്ടോ. എന്നിട്ട് ഇത് വരച്ചിട്ട് മിസ്സിന്റെ ക്ലാസ് ടീച്ചർ ആരാ? അക്ഷയ മിസ്സിന് അയച്ചു കൊടുക്കണേ. ഞാൻ ചോദിക്കട്ടോ മിസ്സിനോട്. ഓക്കെ ആണല്ലോ? ഓക്കെ സെറ്റ്. എല്ലാവരും വരച്ചു കഴിഞ്ഞോടാ? യെസ്, വരച്ചു കഴിഞ്ഞവരെല്ലാവരും വരച്ചു എന്ന് പറഞ്ഞേ. മിസ് നോക്കട്ടെ എത്ര പേര് വരച്ചു, ഇനി എത്ര പേര് വരക്കാനുണ്ട് എന്നുള്ളത് മിസ് നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. യെസ്, ഓക്കെ 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 വരച്ചു വരച്ചു വരച്ചു. ഓക്കെടാ സെറ്റ് 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 ട്ടാ. ഓക്കെയാണ് ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം മക്കളെ. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരയ്ക്കാൻ പോകുന്നത് വേറൊരു സാധനമാണേ. ഇത് കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? അതായത് ഒരു ട്രയാങ്കിള്, വേറൊരു ട്രയാങ്കിള്, വേറൊരു ട്രയാങ്കിൾ, ഇങ്ങനെ കുറെ ട്രയാങ്കിളൊക്കെ ചേർത്ത് കണ്ടുള്ള ഒരു ഫിഗറാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഇതും കൂടി ഒന്ന് വരച്ചു നോക്കിയാലോ? ഈ ചാപ്റ്ററിൽ മൊത്തം ട്രയാങ്കിൾസിന്റെ പല ഷേപ്പിലുള്ള ജോമെട്രിക് ചാർട്ടുകളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി സ്കൂളിലൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുകയാണെങ്കിലല്ലോ ഇതൊക്കെ വരച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐഡിയകളൊക്കെ മാറ്റിക്കൊണ്ട് സെറ്റ് ആക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് വരയ്ക്കാം. ഓക്കെ, പിന്നെ മക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യാ, സ്കെയിലും ജോമെട്രി ഒന്നും ഇല്ലാതെ ഇനി ഈ ഒരു മാത്സിന്റെ ക്ലാസ്സിൽ ആരും വരരുതേ. സ്കൂളിലൊന്നും ഇനി ആരും മറന്നു വെക്കരുത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കട്ടോ മക്കളെ. എങ്ങനെയാണ്? ഇതാ കണ്ടോ, ഇതെല്ലാവരും ഒന്ന് ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് വരക്കാനുള്ളത്. അപ്പൊ ഇതെല്ലാവരും ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് റഫായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് വേഗം മാർക്ക് ചെയ്ത് വെച്ച്. കാരണം എന്താണ് നമ്മൾ വരക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. ഓക്കെ ആണല്ലോ? ഷാവൻ, ഞാൻ ഇത് വരച്ച് കഴിഞ്ഞിട്ട് മോനെ വിളിച്ചാൽ മതിയോ? ഓക്കെ. അപ്പൊ മക്കൾ എന്താണ് ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഉണ്ടല്ലോ ശിവഗംഗ. ഓക്കെ ആണല്ലോ?
ഇതുപോലെ ട്ടോ നമുക്ക് 12 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു ട്രയാങ്കിൾ, പിന്നെ 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വരുന്ന ഒരു വേറൊരു ട്രയാങ്കിൾ അതിന്റെ മുകളില്, പിന്നെയോ 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ വരുന്ന ട്രയാങ്കിൾ അതിന്റെ മണ്ടയിൽ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മിൻഹ കുട്ടി? ഇതൊക്കെ നേരത്തെ കഴിയണ്ടേ? ക്ലാസ് തുടങ്ങുമ്പോ അങ്ങനെ പോവാവോ? ശിവഗംഗ ആയിക്കോട്ടെ ട്ടോ. സെയിം ടു യു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയില്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ. ആരും എന്ത് ചെയ്യരുത്? ബദ്രിനാഥ് വരക്കാണോ? ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. നമ്മൾ വരയ്ക്കാൻ തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയോളൂ ട്ടോ. എങ്ങനെയാണ് ഇത് വരയ്ക്കാന്നുള്ളത് നോക്കിയോളൂ എന്റെ മക്കളെ. ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ബേസിൽ 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ എൽവിയ, ഓക്കെ. ഏത് ക്വസ്റ്റ്യൻ ആണ് മിസ്? ക്വസ്റ്റ്യൻ മക്കളെ വരയ്ക്കാനുള്ളതുണ്ടല്ലോ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ. അതായത് ഞാൻ മിസ് ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ ഫിഗർ, അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ശിവഗംഗ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒന്ന് നിൽക്കണേ, മിസ് പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ക്ലാസ് തൊട്ട് മിസ് കറക്റ്റ് മിസ് സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം പറയാണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും എന്ത് ചെയ്യോ, ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു കുപ്പി വെള്ളം കണ്ടോ മിസ് കൊടുന്ന് വെച്ചാണ്, ഇതുപോലെ ഒരു കുപ്പി വെള്ളം മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടോയ്ലറ്റിലോ ബാത്റൂമിലോ ഒക്കെ പോയി ഫ്രഷ് ആയി വന്നിരുന്നിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ഇതിന്റെ ഇടയിൽ ഇനി മിസ് ആരും എന്ത് ചെയ്യില്ല, അലോട്ട് ചെയ്യില്ല കേട്ടോ പോവാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ജൈന, ഓക്കെ. ജൈന ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, മിസ് ചോദിക്കട്ടെ കേട്ടോ. മിസ് അതിനെ കുറിച്ച് ചോദിക്കാവേ. ഓക്കെ, ലാസ്റ്റ് നിക്കണേ. യെസ്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുമ്പ് എടുത്തത്, അതായത് ലേറ്റ് ആയിട്ട് കുറച്ച് പേര് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ക്ലാസ്സിന്റെ ലാസ്റ്റ് നിൽക്കുക. ഇതിന്റെ മുമ്പ് വരച്ചത് എന്താന്നുള്ളത് മിസ് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, ഇത് വരച്ചില്ലേ? നമ്മൾ എന്ത് ചെയ്തു? 12 സെന്റിമീറ്ററിൽ ബേസ് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ കോമ്പസ് എടുക്കുക. നമ്മളെ കോമ്പസ് എടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡ് വരുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു സൈഡിൽ എന്ത് ചെയ്യുക? 8 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിനകത്ത് അളവെടുക്കുക. കോമ്പസിനകത്ത് അളവെടുക്കുക. മക്കളെ എപ്പോഴും കാര്യം ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ വരക്കുമ്പോൾ അവിടെ കോമ്പസ് എന്തായാലും വേണം. ബേസ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്കെയിൽ വെച്ചിട്ട് വരക്കുള്ളൂ. ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിനകത്ത് കണക്കാക്കി അളവ് കറക്റ്റ് ആക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫിഗറിൽ കാണുന്ന ഈ താഴത്ത് കാണുന്ന ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലുള്ളത് പിന്നെ വരയ്ക്കും, അതിന്റെ മുകളിലുള്ളത് അതിന് ശേഷം വരയ്ക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിനകത്ത് കറക്റ്റ് ആക്കി വെച്ചോ. വെച്ചില്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ആ 8 സെന്റിമീറ്റർ ഉള്ളത് നമ്മൾ ഒരു എൻഡിൽ, ഏത് എൻഡില്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എൻഡിൽ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ കോമ്പസ് പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ആർക്ക് മാർക്ക് ചെയ്യണം. കണ്ടോ? ഇതുപോലെ വെച്ചിട്ട് ഒരു ആർക്ക് മാർക്ക് ചെയ്യൂ. വേഗം മാർക്ക് ചെയ്യൂ. മാർക്ക് ചെയ്തോ? യെസ്. ഇനി എത്രയായിരിക്കും മക്കളെ നമ്മൾ നമ്മുടെ സ്കെയിലിൽ അളവെടുക്കേണ്ടത്? ഒരു ഭാഗത്ത് 8 ആണ്. ഇനി നമുക്ക് വരുന്നത് 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇനി കോമ്പസിൽ എത്രയായിരിക്കണം അളവെടുക്കേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്രയായിരിക്കണം? യെസ്, വെരി ഗുഡ് നീരവ്.
ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 10 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് 12 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും വരുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലേ ആദ്യം വരക്കേണ്ടത്. അപ്പൊ 12 സെന്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ വരച്ചു, 8 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? ആർക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 10 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിനകത്ത് ഇതുപോലെ വെച്ചേ, ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചേ. കോമ്പസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇളകരുത് കേട്ടോ, മാറിപ്പോവേ ഒന്നും ചെയ്യരുതേ. കോമ്പസ് കറക്റ്റ് ആവണം, നല്ല ടൈറ്റ് ആയിരിക്കണം. അഥവാ ആരുടെങ്കിലും കോമ്പസ് ലൂസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ? സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാ കേട്ടോ. ഓക്കെ ആണല്ലോ? ഇല്ലടാ ഇന്ന് എക്സാം ഇല്ലല്ലോ, എക്സാം ഉള്ള ദിവസം പറയുമല്ലോ. ഇന്ന് എക്സാം ഒന്നും ഇല്ല കേട്ടാ. ഓക്കെ ആണോ? ക്യാമറ ഓൺ ചെയ്തേ, ഫൈഹ ക്യാമറ ഓൺ ചെയ്യേ. ശ്രദ്ധ കുട്ടി വരച്ചോ? ഓക്കെ. 10 സെന്റിമീറ്റർ എടുത്തില്ലേ മക്കളെ? ഇനി ആ 10 സെന്റിമീറ്റർ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ആദ്യം വരച്ച് 12 സെന്റിമീറ്ററിന്റെ മറ്റേ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് വെക്കണം. ശ്രദ്ധിക്കുക. വേറുള്ളവരോട് പിന്നെ സംസാരിക്കാം. ഓക്കെ ആണല്ലോ? എല്ലാരും ശ്രദ്ധിക്കുക. 10 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റേ എൻഡിൽ കൊണ്ടുപോയിട്ട് രണ്ടാമതും ഒരാർക്ക് വരച്ചു. ഓക്കെ ആണല്ലോ? മിസ് കണ്ടു. ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ 2 പോയിന്റും കൂടി ചേർന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം മക്കളെ? നമ്മൾ ആദ്യം വരച്ച ബേസിലോട്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാ? രണ്ട് സൈഡും കൂടെ കൂട്ടി വരയ്ക്കും. ഇതുപോലെ കിട്ടിയോ? ആദ്യം 10 സെന്റിമീറ്റർ വരച്ചു, 12 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോമ്പസിനകത്ത് 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പിടിച്ചിട്ട് ആർക്ക് വരച്ചു. 10 സെന്റിമീറ്റർ പിന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു. ആ 2 ആർക്ക് പോയിന്റും കൂടി ചേർന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാ? ട്രയാങ്കിള് കൂട്ടി വരയ്ക്കുക. യെസ്, കിട്ടി. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്. കിട്ടിയില്ലേ? എന്താ കിട്ടാത്തത്? എവിടെയാ കിട്ടാത്തത്? നോക്കട്ടെ കേട്ടോ, മിസ് ഒന്നും കൂടെ കാണിച്ചു തരാവേ. ആദ്യത്തെ ജയനക്കുട്ടി 12 സെന്റിമീറ്റർ വരച്ചോ? ആദ്യം വരച്ചു. അത് കഴിഞ്ഞിട്ട് 8 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിനകത്ത് പിടിച്ച സ്കെയില് വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് കാണിച്ചു തന്നതാണല്ലോ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. സ്കെയില് വെക്കുക, 8 സെന്റിമീറ്റർ കറക്റ്റ് അളവിൽ നമ്മുടെ കോമ്പസ് എന്ത് ചെയ്യുക? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 8 സെന്റിമീറ്റർ ആക്കിയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മൾ ആദ്യം വരച്ച ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ആർക്ക് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ കംപ്ലീറ്റ് ആക്കി വരക്കണ്ട, സർക്കിളിന്റെ മുകളിലോട്ടുള്ള ഒരു ഭാഗം മാത്രം വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാ? 10 സെന്റിമീറ്റർ വീണ്ടും കോമ്പസിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അളവെടുക്കുക. വേറെ മറ്റേ രണ്ടാമത്തെ എൻഡിൽ കുത്തിയിട്ട് വീണ്ടും ആർക്ക് വരയ്ക്കും. ഈ 2 ആർക്കും എന്ത് ചെയ്യാ? ആർക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ ഫുള്ളായിട്ട് വരക്കണ്ട, കോമ്പസ് കുത്തിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർക്ക് വരയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കണ്ടോ? കോമ്പസ് നമ്മൾ 10 സെന്റിമീറ്റർ അളവെടുത്തിട്ട് കണ്ടോ? അളവെടുത്തു. ഇനി അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിനെയാണ് ആർക്ക് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വരച്ചോടാ. ഇനി മക്കളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇനി എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. മിസ് ഒരു കാര്യം കാണിച്ചു തരാവേ. ഇവിടെ കണ്ടോ? ഇത് 12 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഈ 12 സെന്റിമീറ്റർ കാണുന്നുണ്ടോ? ഇവിടെ ഈ 12 സെന്റിമീറ്ററിന്
പാരലലാണ് ഇവിടെ വരച്ച ഈ ലൈനിന് പാരലായിട്ടാണ് ഈ ലൈന് വരേണ്ടത്. ഓക്കെ ആണല്ലോ? ഇവിടെ വരച്ച നമ്മൾ ആദ്യം ബേസ് ആക്കി വരച്ച ലൈനിന് പാരലായിട്ടാണ് മുകളിലുള്ള ലൈന് വരേണ്ടത്. അപ്പൊ ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? സെറ്റ് സ്ക്വയർ ഇല്ലേ മക്കളെ? സെറ്റ് സ്ക്വയർ എന്താ? ഇങ്ങനെ മട്ട ത്രികോണം എന്ന് പറയും. സെറ്റ് സ്ക്വയർ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ രണ്ട് സാധനം ഉണ്ടാവും നിങ്ങളുടെ ഇൻസ്ട്രുമെന്റേഷൻ ബോക്സിൽ. ഇതാ ഇങ്ങനെ ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഈ രണ്ട് സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജോമെട്രിക് ബോക്സിൽ കണ്ടിട്ടുണ്ടോ? ആർവിൻ എന്താണ് അതെന്താ? ക്യാപ്സ്യൂൾ നട്ടാണോ? ഓക്കെ 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 ആണല്ലോ മക്കൾ. ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാവരും നോക്കിയോളൂ കേട്ടോ. മിസ് കാണിച്ചു തരാൻ പോവാണേ. എന്റെ മക്കൾ നോക്കണേ. നമ്മുടെ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാ? നമ്മുടെ സ്കെയിലും സെറ്റ് സ്ക്വയറും, അതായത് അയ്യോ മിസ് എവിടെയോ കൊണ്ടുവയ്ക്കുക. സ്കെയില് എന്ത് ചെയ്യാ? നിവർത്തി നേരെ കുത്തനെയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബേസ് ആയിട്ട് വരച്ചില്ലേ, ആ ബേസ് ആയി വരച്ചതിന്റെ അതേ ഷേപ്പിൽ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ സെറ്റ് സ്ക്വയർ കൊണ്ടുവയ്ക്കുക. സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ ചെരിഞ്ഞു പോവരുത്. നമ്മൾ അടിയിൽ വരച്ച, അതായത് ബേസ് ആയിട്ട് വരച്ച 12 സെന്റിമീറ്റർ ആയിട്ട് വരച്ച ലൈനിന് കറക്റ്റ് ആയിട്ട് വേണം എന്ത് വെക്കാൻ? സെറ്റ് സ്ക്വയർ വെക്കാൻ. സെറ്റ് സ്ക്വയർ വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ചാരി അതിനടുപ്പിച്ച് എന്ത് ചെയ്യുക? സ്കെയിൽ വെക്കുക. സെറ്റ് സ്ക്വയർ ഉണ്ടാവും. ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെക്കുക, ഇവിടെ സ്കെയിൽ വെക്കുക. എന്നിട്ട് ആ സ്കെയിലിന്റെ ഒപ്പത്തിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് സ്ക്വയർ നീക്കി കൊടുക്കേണ്ടത്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ 12 സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ വെക്കണം. 12 സെന്റിമീറ്റർ വരച്ചിട്ട് അതിന്റെ നേരെ ആക്കിയിട്ട് എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ വെക്കുക. ചെറുതോ വലുതോ രണ്ട് വെച്ചാലും കുഴപ്പമില്ല മക്കളെ. അത് എന്ത് ചെയ്യണം? നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുക? ഈ സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്യുന്നത്, അളവ് മാറാണ്ടിരിക്കാൻ. വരച്ചോ? ഓക്കെ നീരവ്, ഗ്രേറ്റ് നീരവ്. എനിക്കൊന്ന് കാണിച്ചു തരണേ. എനിക്ക് അതിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തരണം കേട്ടോ. വെച്ചോ, ഇങ്ങനെ വെച്ചോ മക്കളെ. അടിയിൽ വെച്ച അതേ ലൈനിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റ് സ്ക്വയർ വെച്ചോ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ആ സെറ്റ് സ്ക്വയറിന് ചാരിയിട്ട്, അതായത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നല്ല അമർത്തി ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? സ്കെയിലും അതിന്റെ നേരെ കൊണ്ടുപോയി വെക്കുക. നമ്മുടെ സെറ്റ് സ്ക്വയർ നമ്മൾ ആദ്യം വരച്ച 12 സെന്റിമീറ്റർ ബേസ് ആണിത്. ഇതിന് നേരെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചു. ഇനി എന്ത് ചെയ്യാറിയോ? ഇതിനടുപ്പിച്ച് ഇവിടെ ചായ, അതായത് ടൈറ്റ് ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഇവിടെ നമ്മൾ സ്കെയിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ മിസ് കാണിച്ചു തരാതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയോളൂ കേട്ടോ. ആ സ്കെയിൽ അവിടെ നമ്മൾ ടൈറ്റ് ആയിട്ട് വെച്ചിട്ട് ആ സ്കെയിലിന്റെ ഒപ്പം ഇങ്ങനെ നമ്മൾ വണ്ടി ഉരുട്ടി കയറ്റൂലേ, നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുപോലെ, അതേപോലെ ആ സ്കെയിലിന് നേരെ എന്ത് ചെയ്യുക? ഈ സെറ്റ് സ്ക്വയർ നേരെ അങ്ങോട്ട് ഉയർത്തി വെക്കുക. വെറുതെ വെക്കരുതേ. വെറുതെ സ്കെയിൽ ഇങ്ങനെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കരുതേ. ആദ്യം സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യണം? ഈ 12 സെന്റിമീറ്റർ ബേസിന് കറക്റ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് അതിന് ചാരി വേണം നമ്മൾ എന്ത് ചെയ്യാന്? സ്കെയിൽ വെക്കാൻ. എന്നിട്ട് ആ സ്കെയിലിന്റെ ഒപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ മുകളിലോട്ട് കൊണ്ടുപോകണം. എവിടെ വരെ? നമ്മുടെ ട്രയാങ്കിളിന്റെ ഈ എൻഡ് പോയിന്റ് കാണുന്നത് വരെ. ഇവിടെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ലൈന് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് മിസ് ഒരു തവണയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇനി എന്ത് ചെയ്യാറിയ മക്കളെ? മുകളിൽ എന്ത് ചെയ്യുക? 6 സെന്റിമീറ്റർ വരയ്ക്കണം. നമുക്ക് കിട്ടിയ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഈ പോയിന്റ് ഇല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്ററും ഇങ്ങോട്ട് 3 സെന്റിമീറ്ററും വരുന്ന രീതിയിൽ വരയ്ക്കുക കേട്ടോ. ഒരു സൈഡിലോട്ട് 3 സെന്റിമീറ്ററും മറ്റേ സൈഡിലോട്ട് 3 സെന്റിമീറ്ററും വരുന്ന രീതിയിൽ വരച്ചേ. നമ്മൾ വരച്ച ആദ്യത്തെ ട്രയാങ്കിളിന്റെ അവിടെ എന്തായാലും ഒരു എൻഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിന്റിൽ 3 സെന്റിമീറ്റർ, അവിടെ നിന്ന് അങ്ങോട്ട് 3 സെന്റിമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ, മൊത്തം നമുക്ക് 6 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് 3 ഇങ്ങോട്ട് 3 ആ പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് വരച്ചേ. എല്ലാരും വരച്ചോ? യെസ്, വരച്ചില്ലേ? ഇനി എന്താ ചെയ്യേണ്ട മക്കളെ? നമ്മൾ സാധാ പോലെ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ട്രയാങ്കിൾ വരയ്ക്കുക. യെസ് അഞ്ജലീന, ഐ വിൽ ഷോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം.
ഐ വിൽ ഷോ ദിസ് വീഡിയോ വൺസ് അഗൈൻ. അപ്പൊ എന്റെ മക്കളെ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണേ. ഇന്നലെ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ മിസ് ഇത് ഒരു വട്ടം കൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, രണ്ടാമത് കാണിച്ചു തരുമ്പോൾ ശ്രദ്ധിക്കാന്ന് വിചാരിച്ചിരിക്കല്ലേ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക, മിസ് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് 6 സെന്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമുക്ക് വരക്കാനുള്ളത്, അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ മക്കളെ വരക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് വരുന്നത് നമുക്കറിയാം എത്രയൊക്കെയാണെന്നുള്ളത്. ഇവിടെ 4 സെന്റിമീറ്റർ ആണ്, അതുപോലെ ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ 6 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ ഈ 6 സെന്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് വരക്കാനുള്ളത് ഒരു 4 സെന്റിമീറ്ററും ഒരു 5 സെന്റിമീറ്ററും ആണ്. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിൾ വരക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും നമ്മൾ ഇനി എന്ത് ചെയ്യണം, കോമ്പസിനകത്ത് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പിടിക്കണം കോമ്പസിനകത്ത്. അപ്പൊ നോക്കൂ മക്കളെ, 4 സെന്റിമീറ്റർ കണ്ടോ, ഇതുപോലെ കുത്തി വെച്ചേ, കറക്റ്റ് ആയിട്ട് കോമ്പസിനകത്ത് സ്കെയിൽ കൊണ്ട് 4 സെന്റിമീറ്റർ വെച്ചേ. ഓക്കെയാണ്, വരച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഇനി ഈ 4 സെന്റിമീറ്റർ മക്കളെ ഞാൻ എല്ലാവരും വിളിക്കാട്ടോ, ഹാൻഡ് റൈസ് ചെയ്തിട്ട് എല്ലാവരും വിളിക്കാം. മിസ് ഈ ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ എല്ലാവരും ഞാൻ വിളിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, വരച്ചോ. 4 സെന്റിമീറ്റർ ഇങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ഒരു എൻഡിൽ കുത്തിയിട്ട്, ഏത് എൻഡില്, ഈ കാണുന്ന ഈ ഒരു എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. കണ്ടോ, ആർക്ക് വരച്ചില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4 സെന്റിമീറ്റർ ആയി. ഇനി നമുക്ക് 5 സെന്റിമീറ്റർ ആണ് വരേണ്ടത്, കാരണം ഇവിടെ നമ്മൾ 4 സെന്റിമീറ്റർ ആർക്ക് മാർക്ക് ചെയ്തു. ഇനി ഈ കാണുന്ന 5 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. അപ്പൊ ഇതും എന്ത് ചെയ്യാ, സ്കെയിലിനകത്ത് ഇതുപോലെ മാർക്ക് ചെയ്തേ. കണ്ടോ, 5 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാ, 5 സെന്റിമീറ്റർ അതൊന്നിച്ച് പോയല്ലേ. 5 സെന്റിമീറ്റർ എടുത്തിട്ട് എന്റെ മക്കൾ ഇതുപോലെ ഒന്നും കൂടെ മാർക്ക് ചെയ്തേ. 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ ഒരു ആർക്ക് ഇതുപോലെ മാർക്ക് ചെയ്തേ. 5 സെന്റിമീറ്റർ എടുത്തു, മറ്റേ എൻഡിൽ കുത്തി ആർക്ക് മാർക്ക് ചെയ്തേ. എല്ലാവരും മാർക്ക് ചെയ്തേ, വേഗം മാർക്ക് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യാ മക്കളെ, ഈ ആർക്കുകൾ രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. വരച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമ്മളുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി വരച്ചു, ഇതും കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്തായി, വരച്ചു കഴിയും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. വരച്ചില്ലേ. ഇനിയും മക്കളെ നമ്മളെ സെറ്റ് സ്ക്വയർ വെച്ച് നമ്മൾ ചെയ്ത സെയിം പ്രോസസ് എന്ത് ചെയ്യാ, സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ കണ്ടോ, ഈ പോർഷന് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇങ്ങനെ വരുന്നൊരു ഷേപ്പ് ഉണ്ടാവും, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നാൽ ചരിഞ്ഞു പോവരുത്, ആ ഒരു ലൈനിൽ തന്നെ കിടക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് അമർത്തി പിടിക്കുക. ഒരു പ്രാവശ്യം കൂടെ അതിന്റെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നമ്മുടെ സെറ്റ് സ്ക്വയർ എടുത്തു, എടുത്തിട്ട് ആദ്യം വെച്ചു. ഓക്കെ ആണല്ലോ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് കറക്റ്റ് ആക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, സെറ്റ് സ്ക്വയറിന്റെ കൂടെ സ്കെയിലും കൂടെ ഇങ്ങനെ കറക്റ്റ് ഫിറ്റിൽ വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, യെസ്, സ്കെയിൽ അവിടെ ടൈറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് അങ്ങോട്ട് നീക്കുക. എവിടെ വരെ, ഈ എൻഡ് പോയിന്റ് വരെ, ഈ പോയിന്റ് വരെ നീക്കി കൊടുക്കുക, മൂവ് ആക്കുക. കണ്ടോ, ആക്കിയോ? ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യും മക്കളെ, നമുക്ക് ഇനി എത്ര അളവ് വരയ്ക്കേണ്ടത്, 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും. നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ
3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ കോമ്പസിനകത്ത് 2 സെന്റിമീറ്റർ എടുത്തോളൂ. ആദ്യം 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 സെന്റിമീറ്ററും 2.5 സെന്റിമീറ്ററും കോമ്പസിൽ എടുക്കണം. 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് കണ്ടോ? സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് കണ്ടോ? വേഗം മാർക്ക് ചെയ്യോ. ഓക്കേ 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 ഓക്കെ ദാൻഡ് ഓക്കെ ട്ടോ. മിസ് വിളിക്കാവേ. ആൽബി, ഐ വിൽ കോൾ യു ഡാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടോ. ഓക്കെ മക്കളെ, ഈ 3 സെന്റിമീറ്റർ വരച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ, നമ്മൾ കോമ്പസിനകത്ത് 2 സെന്റിമീറ്റർ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അളവെടുത്ത് വെക്കുക. 2 സെന്റിമീറ്റർ. എനിക്ക് എന്തായാലും എക്സാമിന് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ ഉണ്ടാവും. മിക്കവാറും ട്രയാങ്കിൾ വെച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. ഇനി എന്ത് ചെയ്തോ, യെസ്, ആർക്ക് മാർക്ക് ചെയ്യുക. 2 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 2 സെന്റിമീറ്ററും പിന്നെ നിങ്ങൾക്ക് ചെറിയ വരകൾ ഉണ്ടാവില്ല, അതിൽ 0.5 കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ സൈഡും മാർക്ക് ചെയ്യുന്നു. സിമ്പിൾ ആണ് വരയ്ക്കാൻ. ഒരു പ്രാവശ്യം കൂടെ മിസ് ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് വരക്കേണ്ടത്. എന്നിട്ട് അത് എന്ത് ചെയ്താൽ മതി, കൂട്ടി വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ ഫാത്തിമ കുട്ടി, ഐ വിൽ കോൾ യു. ഓക്കെ, ഇത് മിസ് എന്ത് ചെയ്യാ, ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഡൗട്ട് ഉള്ളവര് എന്നോട് പറയുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഈ എഡ്ജ് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാ, ഈ എൻഡ് ഒക്കെ കൂട്ടി വരയ്ക്കുക. അത്രേ ഉള്ളൂ. കണ്ടോ, ഓരോ എൻഡ് പോയിന്റും കൂട്ടി വരയ്ക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 3 തട്ടിലുള്ള ട്രയാങ്കിൾസിന്റെ ഒരു ഡയഗ്രാം വന്നിട്ട് വരച്ചു. ഓക്കെ ആണല്ലോ. കഴിഞ്ഞോടാ, കഴിഞ്ഞില്ല. ഓക്കെ, അഭിനന്ദ് ആൻഡ് അനിരുദ്ധ് വരയ്ക്കുന്നുണ്ടോ? സ്റ്റെക്കായി നിൽക്കുന്നല്ലോ മക്കളെ നിങ്ങള്. മിസ് ഇതൊരു തവണയും കൂടെ കാണിച്ചു തരണോ മക്കളെ? ഇതൊരു തവണയും കൂടെ കാണിച്ചു തരണോ? ഓക്കെ ആണോ? എല്ലാരും വരച്ചോ? വരച്ചവരൊക്കെ ഒന്ന് ഓക്കെ പറഞ്ഞേ. ഒരുപാട് പേര് വരച്ചിട്ടുണ്ട്. മിസ് ഇതൊന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ വരയ്ക്കുവോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, മിസ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് വരയ്ക്കാം. അതാവും നല്ലത്. ഓക്കെ ആണല്ലോ? എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം നമ്മൾ ഇവിടെ നോക്കണം കേട്ടോ മക്കളെ. ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യാ, ആദ്യം ഒരു 12 സെന്റിമീറ്റർ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ 8 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിനകത്ത് വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ടും, ഈ 10 സെന്റിമീറ്റർ കോമ്പസിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 12 സെന്റിമീറ്റർ ഇവിടെ വരച്ചു. 8 സെന്റിമീറ്ററിന്റെ ഒരു ആർക്ക് ഇങ്ങോട്ടും 10 സെന്റിമീറ്ററിന്റെ ഒരു ആർക്ക് ഇങ്ങോട്ടും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ഈ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ബേസിൽ വരുന്ന ട്രയാങ്കിൾ വരക്കുന്നത് എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ സെറ്റ് സ്ക്വയർ മുകളിലൊക്കെ കൊണ്ടുവന്നതാണോ ഡൗട്ട് വന്നത്? ആണോ? യെസ്. അതെന്താ അറിയോ മക്കളെ ചെയ്യേണ്ടത്, നമ്മളൊരു വര, അതായത് ട്രയാങ്കിളിന്റെ ഈ ബേസ് ആയിട്ട് നമ്മൾ വരച്ചതില്ലേ, ആദ്യത്തെ ഈ 12 സെന്റിമീറ്റർ വരച്ചില്ലേ, അതിനകത്ത് കറക്റ്റ് ആയിട്ട്, അതായത് ചെരിവൊന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രിയുടെ മുകൾ ഭാഗം, അതായത് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് തിരിച്ചിട്ട് വരുന്ന ഭാഗമല്ലേ, അത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ആദ്യം വെക്കുക. വളയൊന്നും ചെയ്യരുത്, നമ്മുടെ ലൈനിന് കറക്റ്റ് ആയിട്ട് വെക്കുക. ഓക്കെ ആണല്ലോ? ആ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സ്കെയിൽ, സാധാ സ്കെയിൽ എന്ത് ചെയ്യുക, ഈ സെറ്റ് സ്ക്വയറിന് ചാരി വെക്കുക. ടൈറ്റ്
ആയിട്ട് വെക്കുക. സെറ്റ് സ്ക്വയർ ഒന്ന് ലൂസ് ആക്കി കൊടുത്തിട്ട് സ്കെയിൽ എന്ത് ചെയ്യരുത്, അനങ്ങരുത് കേട്ടോ. സ്കെയിൽ അവിടുന്ന് മൂവ് ചെയ്യരുത്. സ്കെയിൽ അവിടെ തന്നെ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് നീക്കി കൊടുക്കുക. മുകളിലോട്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ച് ഈ ഒരു എൻഡ് പോയിന്റ് എത്തുന്നത് വരെ ഈ സെറ്റ് സ്ക്വയറിനെ നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ലൈന് മാർക്ക് ചെയ്യുക. മിസ് ഒരു തവണ കൂടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. വരച്ചോടാ. ഓക്കെയാണ്, വരച്ചു. ഓക്കെ. അപ്പൊ മക്കളെ ഇങ്ങനെയാണ് സെറ്റ് സ്ക്വയർ മൂവ് ആക്കേണ്ടത്. മിസ് കാണിച്ചു തരാം. എല്ലാവരും ഇനി എന്ത് ചെയ്യുക, വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കാണുക കേട്ടോ. ഇതൊന്നും കൂടെ കാണുക കേട്ടോ മക്കളെ. മക്കളെ ശ്രദ്ധിക്കൂ കേട്ടോ. ആ സെറ്റ് സ്ക്വയർ മൂവ് ആക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിക്കൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 12 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും നമ്മുടെ കോമ്പസിനകത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫിഗർ വരച്ചു. ആദ്യം 8 സെന്റിമീറ്റർ അളവെടുത്തു, പിന്നെ അത് 10 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അളവെടുത്തു. ഫസ്റ്റിലെ ട്രയാങ്കിൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മളെ സെറ്റ് സ്ക്വയർ ബേസ് ആയിട്ട് വരുന്ന സൈഡിന്, അതായത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നോക്കൂട്ടോ മക്കളെ, ഏതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ഇതാണ്. ഈ 12 സെന്റിമീറ്റർ ആണ് ബേസ് വരുന്നത്. ഇതിന് കറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് സ്ക്വയർ സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്തേ. എല്ലാവരും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേ. ഓക്കെ ആണല്ലോ. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേ. സ്കെയിൽ ഇനി മൂവ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കെയിൽ ഇനി മൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം വരച്ച 12 സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് വെക്കണം എന്ത്, സെറ്റ് സ്ക്വയറും സ്കെയിലും. ഓക്കെ ആണല്ലോ. ഇനി ആ സ്കെയിൽ നന്നായിട്ട് അമർത്തി പിടിച്ചോ. സ്കെയിൽ മൂവ് ചെയ്യരുത്. ജസ്റ്റ് ഈ സെറ്റ് സ്ക്വയർ മാത്രമേ മൂവ് ചെയ്യിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ മൂവ് ചെയ്യിച്ചിട്ട് നമ്മുടെ മുകളിൽ ട്രയാങ്കിളിന്റെ ഒരു പോയിന്റ് വന്നില്ലേ, ആ പോയിന്റ് വരെ എന്ത് ചെയ്യുക, ഈ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യിക്കുക. യെസ് സിയ, കറക്റ്റ് ആണ് കേട്ടോ വരച്ചത്. ക്യാപ്സ്യൂളിലോട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, നോട്ടിലോട്ട് എഴുതണ്ട. നിങ്ങൾ അത് പ്രിന്റ് എടുത്ത് വെച്ചു, എന്നിട്ട് അതിൽ നോക്കി പഠിച്ചാൽ മതി. അതിലെല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ ആണല്ലോ. കാരണം പ്രിന്റ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. ബദ്രിനാഥ് കറക്റ്റ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇത് എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് എല്ലാവരും എന്ത് ചെയ്യാ, ക്ലാസ് ടീച്ചറിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. എനിക്കത് കാണണം എത്ര പേര് വരച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. അയ്യാ നോക്കട്ടെ കേട്ടോ. ഓക്കെ 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 ആണ്. സെറ്റ് ആണല്ലേടാ. ഇതുവരെ ഓക്കെ ആയില്ലേ? ഇനി നോക്കിയോളൂ കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് എന്റെ മക്കൾ നോക്കിയോളെ. നീക്കി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, നമുക്കിനി 3 സെന്റിമീറ്റർ ആണ് വരക്കേണ്ടത് ആണല്ലോ. മുകൾ ഭാഗം വരുന്നത് ഇവിടെ നോക്കൂ, 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ, 3 അല്ല 6 സെന്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ ആണ് ഇനി മുകളിൽ വരക്കേണ്ടത്. അപ്പൊ എന്റെ മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സെറ്റ് സ്ക്വയർ നീക്കി ഇങ്ങനെ ഒരു വര വരച്ചു. ഇവിടെ ഇനി നമുക്ക് വരക്കേണ്ടത് നോക്കണേ, ഇവിടെ 6 സെന്റിമീറ്റർ വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ 2 ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ എഡ്ജ് വരുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ കൊടുത്താൽ മൊത്തത്തിൽ 6 സെന്റിമീറ്റർ ആവില്ലേ. അപ്പൊ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ 6 സെന്റിമീറ്റർ വേണം. ആ പോയിന്റ് ഒരു വശത്തേക്ക് 3 സെന്റിമീറ്ററും മറ്റേ വശത്തേക്ക് 3 സെന്റിമീറ്ററും ആയിട്ട് വരയ്ക്കും.
ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? ഇനി നോക്കിയോളൂ കേട്ടോ മക്കളെ. ഇനി ബാക്കി നമ്മൾ സാധാ വരച്ചതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ വരക്കാൻ അറിയില്ലേ? 6 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി വരച്ചു. ഇതാ ഇതിൽ നമുക്ക് വരക്കാനുള്ളത് ബേസിൽ 6 സെന്റിമീറ്ററും ഇവിടെ 4 സെന്റിമീറ്ററും ഇതിനകത്ത് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ ഇനി എന്ത് ചെയ്യാ? കോമ്പസിനകത്ത് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ കോമ്പസിനകത്ത് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക. വീണ്ടും ട്രയാങ്കിൾ വരയ്ക്കുക. വീണ്ടും ഇതേ പ്രോസസ് തന്നെ. സെറ്റ് സ്ക്വയർ നീക്കുക, മുകളിലോട്ട് കൊണ്ടുപോവുക. ഇവിടെ 3 സെന്റിമീറ്റർ ആണ്, അപ്പൊ ഇത് 1.5ഉം ഇവിടെ 1.5ഉം കൊടുത്താൽ മതി. 2 സെന്റിമീറ്ററും 2.5 സെന്റിമീറ്ററും എന്ത് ചെയ്യുക? കോമ്പസിനകത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. ഇഷ 8:15 വരെ ക്ലാസ് ഉണ്ട് കേട്ടാ. ഓക്കെ, ഇനി മനസ്സിലാവാത്തവര് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒന്ന് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ക്ലാസ് ടീച്ചറോട് ഒന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് നിർത്തി ഒന്ന് വരച്ചു നോക്കാം. സെറ്റ് ആണല്ലോ? ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് വരക്കാനുള്ളതാണ്. ദേവന വരച്ചോ? ദിവാന. ഓക്കെ, സോറി ദിവാന, ദേവന. ഓക്കെ, രണ്ടുപേരും വരച്ചില്ലേ? ഓക്കെ, സെറ്റായി. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ, ഇനി മക്കളെ എന്താ ചെയ്യുന്നത്? ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാ ചെയ്യോ? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. മറ്റേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മിസ് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതെല്ലാവരും ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇത് ഓക്കെ, ഡ്രോ ദിസ് ട്രയാങ്കിൾ. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് വരയ്ക്കണം. എന്താണ്? 6 സെന്റിമീറ്റർ, 40 ഡിഗ്രി, 60 ഡിഗ്രി. ഈ ട്രയാങ്കിൾസ് എന്ത് ചെയ്യണം? എന്റെ മക്കൾ വരയ്ക്കാം. എന്താ ചെയ്യാ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് ആയിട്ട് 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എഡ്ജിൽ നമ്മൾ 40 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ഈ എഡ്ജിൽ നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ആംഗിൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വരച്ച വരകള് എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിമുട്ടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ആംഗിൾ തന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ എടുക്കുക. ആംഗിൾ തരാത്ത സൈഡ്സ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? നമ്മൾ സൈഡ്സ് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞില്ലേ? സ്കെയിലിനകത്ത് എന്ത് ചെയ്യും? ഓരോ സൈഡും എന്ത് ചെയ്യും? കോമ്പസിനകത്ത് മാർക്ക് ചെയ്തിട്ട് ആർക്ക് വരച്ചിട്ടാണ് അല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇത് മാത്രം വരച്ചെടുത്താൽ മതിയേ, ഈ ഫസ്റ്റത്തെ മാത്രം. മേധക്കുട്ടി പറ. മോൾ അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആവും മോളെ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴും അങ്ങനെ തന്നെയാ കാണിച്ചേ. മോൾ എന്ത് ചെയ്തറിയോ? മോളുടെ ടീച്ചറോട് ഒന്ന് ചോദിച്ചു നോക്കട്ടോ ഇതിന്റെ വീഡിയോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യും. ഡൗട്ട് ഉള്ളത് മിസ് ക്ലിയർ ചെയ്തുതരാം. എന്നിട്ട് കാണാത്ത ഭാഗത്തിന്റെ വീഡിയോ എന്ത് ചെയ്യാ? മോള് മിസ്സിനോട് ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ മക്കൾ ഇതൊന്ന് വരച്ചിട്ട് എന്ത് ചെയ്യാ? എല്ലാ മക്കളും എന്ത് ചെയ്യാ? എനിക്ക് അയച്ചു തരിക കേട്ടോ. മിസ് വേണമെങ്കിൽ ഒരെണ്ണം വരയ്ക്കുന്നത് കാണിച്ചു തരണം നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത്. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇതെങ്ങനെ വരക്കുന്നുള്ളത് മിസ് കാണിച്ചു തരാവേ. എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം അറിയോടാ? ആദ്യം ഇവിടെ നോക്ക് ചിത്രം. ഒരു 6 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കണം അല്ലേ? ഇവിടെ ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കണം. അതിനകത്ത് ആംഗിൾ വരുന്നത് നോക്ക് മക്കളെ. ഇവിടെ ഒരു 50 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്, ഇവിടെ ഒരു 70 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു ട്രയാംഗിൾ ഉണ്ട്, 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. പക്ഷെ എന്താണ് ഇവിടെ അതിന്റെ സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്റെ മക്കൾ എല്ലാവരും ഈ ഫിഗർ എന്ത് ചെയ്യുക? ഒന്ന് റഫായിട്ട് വരയ്ക്കുക. ഇത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. യെസ് റേമൻ, നമ്മളിത് വരയ്ക്കണം കേട്ടോ. ഇത് നമ്മളിപ്പോ വരയ്ക്കാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിക്കേ. ഓക്കെ, ഹോംവർക്ക് അളവെടുത്ത് വരയ്ക്കണം. ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതുമ്പോ റഫായിട്ട് എഴുതിയാൽ മതി. അളവെടുത്ത് വരച്ചത് മിസ്സിന് അയച്ചു തരണം കേട്ടോ.
ഇല്ല ഫൈഹ, നമ്മുടെ ക്ലാസ് 8:15 വരെ ഉണ്ടേ. അപ്പൊ മക്കളെ ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ വരക്കാനുള്ളതല്ലേ, നമുക്കിത് എങ്ങനെ വരയ്ക്കാന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? ആദ്യം എന്ത് ചെയ്യണം അറിയോ മക്കളെ? നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, നമുക്ക് മൊത്തത്തിൽ വരക്കാനുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമുക്ക് മൊത്തം വരക്കാനുള്ളത് ഇവിടെ ഒരു 6 സെന്റിമീറ്ററും അതിന്റെ അടുത്ത് തന്നെ ഒരു 4 സെന്റിമീറ്റർ അല്ലേ നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ, ആദ്യം ഈ 6ഉം 4ഉം ആഡ് ചെയ്ത് മൊത്തം 10 സെന്റിമീറ്റർ അല്ലേ, ഈ 10 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. ഓക്കെ ആണല്ലോ? 10 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. അതെങ്ങനെയാണ്? 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആയിട്ട് ഒരുമിച്ച് വരച്ചാൽ മതി. എന്നിട്ട് 6 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു പോയിന്റും ഏകദേശം ഇവിടെ 6 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു പോയിന്റ് ഇട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 6 സെന്റിമീറ്റർ എഴുതുക, അപ്പുറത്ത് എന്ത് ചെയ്യുക, 4 സെന്റിമീറ്റർ എഴുതുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? വേഗം 10 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കൂ, എല്ലാവരും വരയ്ക്കൂ. വരച്ചോ? വരച്ചോടാ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ എന്റെ മക്കൾ? ശ്രദ്ധിക്കണേ. നമ്മുടെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരറ്റത്ത് നമ്മൾ ആദ്യം വരച്ച 6 സെന്റിമീറ്റർ ലൈനിന്റെ ഒരു എഡ്ജിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് എത്രയാണ് മക്കളെ നമ്മളോട് പറഞ്ഞത്? എത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്? 70 ഡിഗ്രി അല്ലേ? 50 ഡിഗ്രിയും 70 ഡിഗ്രി അല്ലേ നമുക്ക് വരുന്നത്? അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയും ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയുമാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഭാഗത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. 50 ഡിഗ്രി എവിടെ നിന്ന് അളക്കണം മക്കളെ? നമ്മുടെ പ്രൊട്രാക്ടറിന്റെ മിഡ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ വരച്ച ലൈനിന്റെ ഭാഗത്ത് നിന്നിട്ട് വേണം എന്ത് ചെയ്യാന്, കൗണ്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെയാണ് നമ്മൾ വരച്ച ലൈൻ കിടക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് 0, 10, 20, 30, 40, 50 ഡിഗ്രി ഏകദേശം ഈ ഭാഗത്ത് വരും. അപ്പൊ ഈ 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തോ? ഇത് 50 ഡിഗ്രി ആണേ. ഈ 50 ഡിഗ്രി എല്ലാവരും മാർക്ക് ചെയ്തേ. 50 ഡിഗ്രി എല്ലാവരും മാർക്ക് ചെയ്തോ? ഇനി എന്റെ മക്കൾ അടുത്തത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഓൾറെഡി 6 സെന്റിമീറ്ററിന് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തതല്ലേ. ആദ്യം 6 സെന്റിമീറ്ററിന്റെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ മിസ് പറഞ്ഞതല്ലേ. 10 സെന്റിമീറ്റർ മൊത്തം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആക്കി. അപ്പൊ ഇനി എന്ത് ചെയ്തു, ആദ്യം നമ്മള് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മള് നമ്മുടെ ഈ 6 സെന്റിമീറ്റർ ആയ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ, നെക്സ്റ്റ് പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് നമുക്ക് മക്കളെ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ 50യും ഇവിടെ 70യും ആണ് വരുന്നത്. അതായത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വരച്ച ലൈൻ ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് നിന്ന് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കിട്ടും. ഈ ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്യണേ, മറക്കരുത്. ഈ ഭാഗത്ത് നിന്ന് കൗണ്ട് ചെയ്യണം. ഇനി മക്കളെ നമുക്ക് രണ്ടാമതായിട്ട് വരക്കാനുള്ളത് എന്താ അറിയോ? ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ആംഗിളും 50 ഡിഗ്രിയും 70 ഡിഗ്രിയും ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് എന്റെ മക്കൾ ശ്രദ്ധിക്കണേ. നമ്മളിപ്പോ ഇവിടെ ഓൾറെഡി ട്രയാങ്കിൾ വരച്ചു. ഇനി ഈ പ്രൊട്രാക്ടർ മാറ്റണ്ട കേട്ടോ. നിങ്ങൾ ഇപ്പൊ വരച്ച പ്രൊട്രാക്ടർ അവിടെ തന്നെ വെക്കുക, ഈ ഒരു സൈഡ് തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡ് തന്നെ വെച്ചിട്ട് ഇവിടെ നിന്നും വീണ്ടും എന്ത് ചെയ്യുക, ഈ ലൈനിന്റെ ഭാഗത്തോട്ട്, ഈ ലൈനിന്റെ അതായത് ഈ 4 സെന്റിമീറ്റർ ആയിട്ട് കിടക്കുന്ന ലൈനിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ 50 ഡിഗ്രി മെഷർ ചെയ്യുക. അപ്പൊ 0, 10, 20, 30, 40, 50 ഇവിടെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ മാർക്ക് ചെയ്ത 50 ഡിഗ്രിയിലോട്ട് വീണ്ടും ലൈൻ വരയ്ക്കുക. കണ്ടോ? ഇവിടെ വെച്ചിട്ട് വേണം മക്കളെ ഇനി വരയ്ക്കാൻ. അത് മറക്കരുതേ, അത് മാറിപ്പോവരുതേ. ഇവിടെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഈ ഭാഗത്തുനിന്ന് വേണം കൗണ്ട് ചെയ്യാൻ.
നമുക്ക് രണ്ടാമത് ഇനി അടുത്ത ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുക അറിയോ മക്കളെ? നമ്മുടെ പ്രൊട്രാക്ടർ ഇതാ ഈ എൻഡിൽ വെക്കുക. ഈ എൻഡിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. ആ എൻഡിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് 70 ഡിഗ്രി അളക്കുക. 70 ഡിഗ്രി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇത് 70 ഡിഗ്രി ആണ് കേട്ടോ. ഇത് 70 ഡിഗ്രി തന്നെയാണ്. ഇത് 70 ഡിഗ്രി ആയിട്ട് എടുക്കണേ. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 70 ഡിഗ്രി മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ സൈഡിലും നിങ്ങൾ 70 ഡിഗ്രി മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ എണ്ണണം. 0, 10, 20, 30, 40, 50, 60, 70 ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? വരച്ചോ? വരച്ചോ? അപ്പൊ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ തന്നു. എങ്ങനെ? ഒരു സൈഡ് തന്നു. ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നു. എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിന്റെ ഒപ്പമുള്ള രണ്ട് ആംഗിൾസും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടറിലെ ആംഗിൾ മെഷർ ചെയ്തിട്ട് കൂട്ടി വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? രണ്ട് ആംഗിൾ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആംഗിൾ മെഷർ എടുത്ത് വരയ്ക്കുക. നിങ്ങൾക്ക് 3 സൈഡിന്റെ അളവാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സൈഡിന്റെ ബേസ് ആയിട്ടുള്ള ഒരു അളവ് നമ്മൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ബാക്കി വരുന്ന രണ്ട് സൈഡുകളും എത്രയാണോ അത് കോമ്പസിനകത്ത് മാർക്ക് ചെയ്തിട്ട് ആർക്ക് വരയ്ക്കുക, കൂട്ടി യോജിപ്പിക്കുക. സെറ്റല്ലേ? സെറ്റല്ലേ? ആംഗിൾ തന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആംഗിൾ തന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്ത് വേണം ട്രയാങ്കിൾ വരയ്ക്കാൻ. പക്ഷെ നിങ്ങൾക്ക് സൈഡാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, സൈഡ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പസിനകത്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? ആർക്ക് മാർക്ക് ചെയ്ത് വേണം ട്രയാങ്കിൾ വരയ്ക്കാൻ. ഓക്കെ ആണോ? മനസ്സിലായോ ദിയ? മനസ്സിലായോ? ആ ഓക്കെ ആണ്. നൈനിക കുട്ടി മനസ്സിലായോ? വരച്ചോ? ഓക്കേ. ധ്യാൻ വരച്ചോ? ഇഷാനെ വരച്ചില്ലേ? ഘനശ്യാമ വരച്ചോ? വരച്ചു. ഓക്കെ ഓക്കെ. ആദിത്യ, ആദിത്യ വരച്ചോ? ആദിത്യനെ അൺമ്യൂട്ട് ചെയ്തേ. ആദിത്യൻ അൺമ്യൂട്ട് ചെയ്യേ. ഹലോ, കാണുന്നില്ലേ? അൺമ്യൂട്ട് ആക്ക്, അൺമ്യൂട്ട് ആക്ക്. ഹലോ. ആ മനസ്സിലായോ? വരച്ചോ? നോക്കട്ടെ, വരച്ചതൊന്ന് നോക്കട്ടെ. വരച്ചതൊന്ന് കാണിച്ചെന്നെ. എന്തോ ഇപ്പൊ വരച്ച. ആ ഓക്കെ 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 ഓക്കെ. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ. അപ്പൊ മക്കളെ ഇനി എന്താണ്? ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടെ എന്ത് ചെയ്യാ മിസ് മനസ്സിലാ. അദ്വൈത വരച്ചോ? വരച്ചോ? ഇല്ലേ? എന്താണ് എന്താണ് വരച്ചില്ലേ? അദ്വൈത, അദ്വൈത അൺമ്യൂട്ട് ചെയ്തേ. എന്താ ക്ലാസ്സിൽ പരിപാടി? വരച്ചൊന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. സെറ്റാണ്, സെറ്റാണ്. ഓക്കെ ആണ്. ധൻവേദ്, ധൻവേദ്. അയ്യോ മോനെ എങ്ങനെയായിരുന്നു മോനെ നെയിം പ്രൊനൗൺസ് ചെയ്യുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ധൻവേദ്. ധൻവേദ് വരച്ചു. ധൻവേദ് യെസ്. ഓക്കെ ഓക്കെ സെറ്റ്. ഓക്കെ. ഹോംവർക്കും വരച്ചാ? വെരി ഗുഡ് വെരി ഗുഡ് മക്കൾ. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ചാപ്റ്റർ എന്താ വെച്ചാല് എളുപ്പമാണ്. ഇതിലൊക്കെ എന്താ അറിയോ, ഇങ്ങനെ ഓരോന്ന് വരയ്ക്കാനായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്താൽ മതി?
നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഒരു ചിത്രം കൂടി വരച്ചാലോ മക്കളെ? നമുക്ക് ഒരു ചിത്രം കൂടി വരച്ചാലോ? അതെന്താ സംഭവം? ഒരു ട്രയാങ്കിൾ ഞാൻ മിസ് കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനത്തേതാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ 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 കുഞ്ഞു 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 ട്രയാങ്കിൾ ആയി പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യം വലിയൊരു ട്രയാങ്കിൾ ഉണ്ടാവും, പിന്നെ അതേ മെഷറിൽ തന്നെ കുറച്ച് അളവ് കുറഞ്ഞത് ഉണ്ടാവും, അതേ ആംഗിളിൽ തന്നെ വേറൊന്ന് മെഷർ കുറഞ്ഞത് ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ട്രയാങ്കിൾസ്. അപ്പൊ അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ? ഒന്ന് നോക്കിയാലോ? എളുപ്പമാണ്, മിസ് അത് കാണിച്ചു തരാം കേട്ടോ. റെഡി അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ആൽബിക്ക് എന്താ ഡൗട്ട് ആണോ? ടീച്ചറെ, ഓ എനിക്ക് ഹോംവർക്ക് കാണിച്ചു തരുമോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോൻ അവിടെ നിൽക്കട്ടോ, ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ആണല്ലോ? സ്ക്രീൻഷോട്ട് എടുക്കാനല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആണോ? സ്ക്രീൻഷോട്ട് എടുത്തോ മക്കളെ. ഇനി നമ്മൾ എന്ത് ചെയ്യാറ്? കുറേ ട്രയാങ്കിൾസ്, അതായത് ഇവർക്ക് ഒരേ ആംഗിൾ ആയിരിക്കും വരുന്നത്, ഒരേ ആംഗിൾ ആയിരിക്കും വരുന്നത്. അതിനാണേ നമുക്ക് ഇപ്പൊ സംസാരിക്കാം കേട്ടോ, അതിനെ കുറിച്ച് മിസ് ഇപ്പൊ വരാം. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ ആണല്ലോ? എടാ നോക്കേട്ടോ, എന്താ ചെയ്യണമെന്ന് വെച്ചാല് നല്ല എളുപ്പമാണ് മക്കളെ. എളുപ്പം എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇത് എന്തായാലും എക്സാമിൽ ഒന്ന് വരയ്ക്കാനുണ്ടാവും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ട്രയാങ്കിൾ വരയ്ക്കുന്ന 2 മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ മിസ് വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് സൈഡാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് 2, 3, 5 അല്ലെങ്കിൽ 6, 2, 3, 6 എന്ന് പറഞ്ഞാണ്ട്, അല്ലെങ്കിൽ വേണ്ട 2, 4, 10. ഇത് ട്രയാങ്കിൾ ആവില്ല, കാരണം എന്താണ്? ചെറിയ വാല്യൂ ആണ് അല്ലേ? ഇപ്പൊ 2, 3, 4 ആയിക്കോട്ടെ, അതായിരിക്കും, അതാകുമ്പോൾ കുറച്ചുകൂടി വരും. 2, 3 and 4. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നിങ്ങൾ വരക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ 3 സൈഡാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഏറ്റവും വലിയ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? ബേസ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഏറ്റവും വലിയ വാല്യൂ ബേസ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ കാണുന്ന 2 സെന്റിമീറ്റർ കോമ്പസിനകത്ത് സ്കെയില് വെച്ചിട്ട്, സ്കെയിലും കോമ്പസും വെച്ചിട്ട് എന്ത് ചെയ്യുക? കോമ്പസിനകത്ത് കറക്റ്റ് ആയിട്ട് മെഷർ പിടിച്ചിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന 3 സെന്റിമീറ്ററോ കോമ്പസിനകത്ത് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഈ സൈഡിൽ, അതായത് ആദ്യം വെച്ച സൈഡിലല്ല, രണ്ടാമത്തെ സൈഡിൽ വെച്ചിട്ട് വീണ്ടും ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. നേരെ ട്രയാങ്കിൾ എന്ത് ചെയ്യുക? കൂട്ടി വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് തരുന്നത് എന്താണ് മക്കളെ? ആംഗിൾസ് ആണ്. 60 ഡിഗ്രി, 70 ഡിഗ്രി, പിന്നെ ഇതിനകത്തുള്ള, ഇതിന്റെ ഇടയിലുള്ള സൈഡ് എന്ന് പറയുന്നത് ഒരു 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു തന്നാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആദ്യം 6 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഒരു എൻഡിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, മറ്റേ എൻഡിൽ 70 ഡിഗ്രിയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 ലൈൻ എന്ത് ചെയ്താൽ മതി? കൂട്ടി വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ആംഗിൾ തന്നാല് എന്ത് ചെയ്യുക? ആദ്യം സൈഡ് വരയ്ക്കുക, എന്നിട്ട് 2 ആംഗിളും മാർക്ക് ചെയ്യുക. സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ വാല്യൂന് നമ്മൾ ബേസ് ആയിട്ട് വരയ്ക്കുക, എന്നിട്ട് ചെറിയ വാല്യൂസ് കോമ്പസിനകത്ത് എന്ത് ചെയ്താൽ ആർക്ക് മാർക്ക് ചെയ്തിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ഈ സെയിം പ്രോസസ്സാണ് നമ്മൾ എപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഗേഴ്സ് ഇതിനകത്ത് വരയ്ക്കാനുണ്ട്. മക്കളെ ഇതൊന്ന് നോക്കിയോളൂ, എൻ്റെ മക്കളൊന്ന് പെട്ടെന്ന് നോക്കിയോളെ. ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. എളുപ്പമാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആദ്യം സ്കെയിലിൽ ഒരു 8 സെന്റിമീറ്റർ അളവ് മാർക്ക് ചെയ്തേ. പെട്ടെന്ന് ഒരു 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്തേ. എടാ ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായോ? ടഫ് ഒന്നുമില്ലല്ലോ? ഫ്രാക്ഷനേക്കാൾ സുഖല്ലേ? കാരണം ഫ്രാക്ഷനിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? മാത്സ് വരുന്നുണ്ട്. പാരലൽ ലൈൻസിലും ആംഗിൾസ് ആണ്, അതുപോലെ തന്നെ ഇതിൽ ട്രയാംഗിൾസ് വരയ്ക്കാനാണ് അല്ലേ? ഓക്കെ ആണല്ലോ? ഇത് വരച്ചിട്ട് ഞാൻ ഒരു ഭാഗം പറഞ്ഞുതരാം, ബാക്കി എൻ്റെ മക്കൾ ചെയ്തു നോക്കണേ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? പ്രൊട്രാക്ടർ എടുക്കുക, 50 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ വരച്ച സാധനമാണ്, അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മുടെ ആംഗിള് 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ
70 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? വരച്ചടാ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സെറ്റ് സ്ക്വയർ ഇതാ നമ്മുടെ ഈ സൈഡിൽ നമ്മൾ വരച്ച ട്രയാങ്കിളിന്റെ ലൈൻ ഇല്ലേ, ഇങ്ങനെ വരച്ച് ആ ലൈനിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക കേട്ടോ മക്കളെ. നോക്കണേ സെറ്റ് സ്ക്വയർ എവിടെ വെക്കുന്നുള്ളത്. ഇതുപോലെ വെച്ചേ, ഇതുപോലെ വെച്ചേ, ഇതുപോലെ വെച്ചേ, ഇതുപോലെ വെച്ചേ. വരച്ചോ? ഇനി എന്ത് ചെയ്യാറ്, നമ്മുടെ സ്കെയിൽ അമർത്തി വെക്കുക. സ്കെയിൽ ടൈറ്റ് ആയിട്ട് പിടിക്കുക. സ്കെയിൽ ടൈറ്റ് ആയിട്ട് പിടിക്കുക. സ്കെയിൽ ടൈറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ ആണല്ലോ? സ്കെയിൽ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യാൻ പോവാട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടോ? ആ സ്കെയിൽ പിടിച്ചോടുത്ത് നേരെ താഴോട്ട് ഇറക്കുക. സ്കെയിൽ പിടിച്ചോടുത്തുനിന്ന് നേരെ താഴോട്ട് ഇറക്കുക. അപ്പൊ എന്തായി മക്കളെ, ഈ ലൈനിന് പാരലൽ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ സെറ്റ് സ്ക്വയർ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? യെസ്, ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം അറിയോ മക്കളെ? നോക്കിയോളൂ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അളവ് മാറിയേ പോവരുത്. അതടാ മാറരുത് എന്നിട്ട് മിസ് തന്നെ അങ്ങ് മാറ്റിയല്ലേ. ഇനി ഇത് നീട്ടി വരക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 8 സെന്റിമീറ്ററിൽ ഓൾറെഡി ഒരു വര വരച്ചു. ഇനി ഇത് നീട്ടി അങ്ങോട്ട് ഈ ലൈന് നീട്ടി 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 വരയ്ക്കാൻ പോവാണേ. എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാല് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കണം. ഇത് കഴിഞ്ഞു മക്കളെ, ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിഗറും കൂടെ ഉള്ളൂ. ഇത് വേണമെങ്കിൽ മിസ് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കണ്ടിന്യൂഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് കണ്ടാൽ മതി, എങ്ങനെയാന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. കണ്ടോ? നമ്മൾ ഇതുപോലെ നീക്കി വരച്ച് അല്ലേ, ആ സെറ്റ് സ്ക്വയർ നമ്മൾ നീക്കി വരച്ച്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാ, പാരലൽ ആയിട്ടുള്ള ലൈൻ ആണ്. അപ്പൊ ആംഗിൾസ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും വരിക എന്നുള്ളതൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണല്ലേ. ഇതുപോലെ വരച്ചോടാ, ഇതുപോലെ നീട്ടി വരച്ചോ. ഇത് നമ്മൾ നീട്ടി വരച്ചു. അതാ അയ്യോ അയ്യോ എടാ, ഒറ്റ മിനിറ്റ്. എടാ, ഇതുവരെ നമ്മൾ വരച്ചില്ലേ? ഇപ്പൊ റെഡി ആയിട്ടോ. ഇതുവരെ നമ്മൾ വരച്ചില്ലേ? ഇത് സെറ്റ് ആയില്ലേ? ഇനി നോക്കിയോളൂ കേട്ടോ മക്കളെ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ വര നീട്ടി വരയ്ക്കണം. കണ്ടോ? ഇവിടെ കണ്ടോ? ഇങ്ങോട്ടേക്ക് വരച്ചത് സെറ്റ് സ്ക്വയർ വെച്ചിട്ടാണോ അത് വരച്ചത്. ഇനി എന്ത് ചെയ്യണം അറിയോ? ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ച ലൈനിനൊപ്പാണ് സെറ്റ് സ്ക്വയർ വരച്ചത്. ഇനി ഇങ്ങോട്ട് ഒരു ലൈനും കൂടെ അല്ലേ, ദാ ഈ സൈഡിൽ നോക്കൂ മക്കളെ. ഈ ലൈന് കണ്ടോ? ഈ ലൈനിന് കറക്റ്റ് ആക്കിയിട്ടാണ് ഇനി അടുത്തത് എന്ത് ചെയ്യുന്നത്, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നീട്ടി വരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ? ഇങ്ങനെയാണ് നീട്ടി നീട്ടി വരയ്ക്കുക. ഇനി സെയിം പ്രോസസ്സ് വീണ്ടും എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ നമ്മൾ സാധാ പോലെ വരയ്ക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ വെച്ച് നീട്ടി 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 നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞു 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 ട്രയാങ്കിൾസ് വെക്കാം. ഓക്കെ ആണല്ലോ? വീണ്ടും തല തിരിച്ചു വെച്ചു. സെറ്റ് സ്ക്വയർ നമ്മൾ നീക്കി പോയിന്റ് ഇട്ടുകൊടുത്ത് വീണ്ടും ഒരു വര വരച്ചു.
ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കണം. ഇപ്പൊ നമ്മൾ ഈ ലൈനിനായിട്ടാണ് നമ്മൾ വെച്ചത്. ഇനി ഈ ലൈനിന് ഇപ്പൊ ഈ ഫിഗർ മിസ് മാർക്ക് ചെയ്യുന്ന ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയർ വെക്കണം. കണ്ടോ? അതിനനുസരിച്ച് നമ്മുടെ സ്കെയിലും എന്ത് ചെയ്യുക, ഒപ്പം ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബുക്കിലെ സ്ഥലമില്ല, വലിയ ഫിഗർ ആയതുകൊണ്ടല്ലേ. സാറിലെ മക്കളെ, നിങ്ങൾക്ക് വരക്കാൻ കഴിയുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, മാത്സ് നോട്ട് എഴുതുമ്പോൾ എപ്പോഴും ലാൻഡ്സ്കേപ്പിലാക്കി എഴുതാൻ നോക്കണേ. ഓക്കെ, അതായത് ഇങ്ങനെ വെച്ച് നമ്മുടെ നോട്ട് ബുക്കിൽ ഇങ്ങനെയായിരിക്കും നോട്ട് ബുക്ക് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ എഴുതാതെ മാത്സ് ഇങ്ങനെ എഴുതാൻ നോക്കണം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്പേസ് കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണോ എഴുതൽ എല്ലാവരും? സാധാ നോട്ട് എഴുതുന്ന പോലെ തന്നെയാണോ മാത്സ് എഴുതല്, അതോ തിരിച്ചു വെച്ചിട്ടാണ് എഴുതല്? തിരിച്ചു വെച്ചിട്ടാണല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. മക്കൾ ഇത് മനസ്സിലായോ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൂടുതലായിട്ട് ഇതിൽ എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മിസ് അത് പറഞ്ഞു തന്നുള്ളൂ. ആദ്യം ഒരു ലൈന് വരച്ചു, നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതേ ട്രയാങ്കിളിന്റെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്രാക്ടറിന്റെ ആവശ്യമില്ല. അവിടെ സെറ്റ് സ്ക്വയർ മതി. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, ആദ്യം ഈ ലൈനിന് കറക്റ്റ് ആയിട്ട് വെക്കുക, അത് നീട്ടി, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ സൈഡ് കണ്ടോ, ഈ സൈഡിന് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കും. പിന്നെ എന്ത് ചെയ്യുക, ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് സ്ക്വയർ വെക്കുക, ഇങ്ങോട്ടേക്ക് നീക്കി വരയ്ക്കുക. പിന്നെ ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് സ്ക്വയർ വെക്കുക, ഇങ്ങോട്ടേക്ക് നീക്കി വരയ്ക്കുക. ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ട്രയാങ്കിൾസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. മക്കൾ പേടിക്കണ്ട, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു ഫിഗർ തന്നിട്ട്, ഏതെങ്കിലും ഒരു ജോമെട്രിക് ഫിഗർ തന്നിട്ട് അത് നോക്കി വരയ്ക്കാനുള്ളതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ എന്ത് സൈസ് തന്നിട്ട് നമ്മൾ കോമ്പസ് വെച്ച് വരച്ചില്ലേ, ഒന്ന് അങ്ങനെ വരയ്ക്കാൻ, ഒന്ന് ആംഗിൾ തന്നിട്ട് ആ ആംഗിൾ വെച്ച് വരയ്ക്കാൻ. ഇതൊക്കെയാണല്ലോ, ഇതൊക്കെയാണല്ലോ. സെറ്റ് ആക്കി കേട്ടോ. മിസ് നിർത്തുകയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക മക്കളെ, ഡൗട്ട് ഉള്ളവർ നിൽക്കുക, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, ലീവ് ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് ഉള്ളവർ നിൽക്കുക. ഇനി ഏതെങ്കിലും ഫിഗർ വരയ്ക്കുന്ന കാണണം എന്നോ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിൽക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ മക്കളെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഡൗട്ട് ഉള്ളവരെല്ലാരും നിൽക്കട്ടോ. ലൈറ്റ് ആയിട്ട് വന്നവരൊക്കെ നിൽക്ക്. സച്ചിദീപ് പറയൂ. ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ട്രയാങ്കിൾ ഇല്ലേ, അതിന്റെ അളവ് എത്രയാ? അത് മോനെ അളവ് നമ്മള് ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരാവേ. ഫസ്റ്റ് നമ്മൾ 8 സെന്റിമീറ്റർ അല്ലേ ബേസ് വരച്ചത്? ഓക്കെ, ഇതിൽ നോക്കിട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, 8 സെന്റിമീറ്റർ ആണ് ബേസ് വരച്ചത്. കണ്ടോ? 8 സെന്റിമീറ്റർ ബേസ് വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും അളവെടുത്തിട്ട് മാർക്ക് ചെയ്തു. 70 ഡിഗ്രിയും 50 ഡിഗ്രിയും അളവെടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വരച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇത് 8 സെന്റിമീറ്റർ ഓൾറെഡി. പിന്നെ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഒരു ചെറിയ ട്രയാങ്കിൾ തന്നിട്ട് അതേപോലത്തെ അതിന് സിമിലർ ആയിട്ടുള്ള സ്മോൾ ട്രയാങ്കിൾസ് ഇങ്ങനെ വരക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ പാരലൽ ലൈൻസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ ഈ ലൈനും ഒക്കെ പാരലൽ ആയിട്ട് വരുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ലൈനിൽ ഇങ്ങനെ വരുന്ന ആംഗിൾസിനൊക്കെ ഒരേ വാല്യൂ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആംഗിളിന് എന്താ പറയാ, കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും വരിക അല്ലേ? ഈ ആംഗിളിന്റെ അതായത് മുകളിലാണ് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്, ഇതും മുകളിലാണ് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്, ഇതും മുകളിലാണ് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടാണ് അവിടെ വരിക. അപ്പൊ എന്ത് ചെയ്യും, ആംഗിൾ കറക്റ്റ് ആവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞ് ട്രയാങ്കിൾസ് കിട്ടും. സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ. ഇനി അടുത്ത് ഫൈഹ കുട്ടി,
ഫൈഹ കുട്ടി പറ. വിളിക്കാട്ടോ, എല്ലാവരും ഞാൻ വിളിക്കാട്ടോ. എനിക്ക് ആദ്യം എടുത്ത ഇതൊന്നും കാണിച്ചു തരുമോ? ഹലോ ഹലോ ഹലോ. ആദ്യം നമ്മൾ വരച്ച് ഇതായിരുന്നു മോളെ. ഒരു മിനിറ്റ്. ഫൈഹ ഇതായിരുന്നു. ഇതെന്തറിയോ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ എങ്ങനെ 3 ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിന്റെ 3 സൈഡ് വെച്ചിട്ട് നമുക്കത് വരക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ്. എവിടെ 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 വേറെ എവിടെയോ ആണല്ലോ ശ്രദ്ധ. എന്നാ ഓക്കെ, ഇത് എഴുതെടുത്തു. ഇതാണ് കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നൈനിക, നൈനിക കുട്ടി പറ. ടീച്ചറെ, എനിക്ക് ലാസ്റ്റ് വരച്ചയില്ലേ അതിന്റെ ഈ രണ്ടാമത്തെ സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുമല്ലോ, അങ്ങോട്ട് നോക്കിയില്ല. അതെനിക്ക് കിട്ടി. ഇപ്പത്തോട്ട് അത് കൂട്ടി യോജിപ്പിക്കേണ്ടി. ഇപ്പുറത്തോട്ട് വെക്കുമ്പോ കൺഫ്യൂഷൻ ആയല്ലേ? ഓക്കെ, അത് മിസ് ഒരു തവണ കൂടെ ഒന്ന് കാണിച്ചു തരണോ അതെങ്ങനെയാന്നുള്ള? അതോ മോക്ക് റെക്കോർഡഡ് ലിങ്ക് മതിയോ? ക്ലാസ്സിന്റെ റെക്കോർഡഡ് കണ്ടാൽ മതിയോ? ഞാൻ കാണിച്ചു തരാം. ഇതുവരെ കിട്ടി. അല്ല, ഇതിന്റെ ഇങ്ങോട്ട് വരയ്ക്കുന്നതും കിട്ടി. അത് കഴിഞ്ഞിട്ട് വരയ്ക്കുന്നതും കിട്ടി. ഇനി അങ്ങോട്ടാണ് കിട്ടാത്തത്. ഇങ്ങനെ വെച്ചു, ഇതുവരെ കിട്ടി. ഇത് വരച്ചു. ഇത് കഴിഞ്ഞിട്ട് എന്താ, നമ്മളുടെ ഈ ലൈന് കണ്ടു, ഈ ലൈനിന് നേരെയാക്കിയിട്ട് സെറ്റ് സ്ക്വയർ വെക്കാം. ആ ലൈനിന് നേരെയായിട്ട് സെറ്റ് സ്ക്വയർ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മുടെ ഈ സെറ്റ് സ്ക്വയറും സ്കെയിലും ഒരുമിച്ച് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാ, സ്കെയിൽ അറേഞ്ച് ചെയ്യുക ഇവിടെ. എന്നിട്ട് സ്കെയിൽ ടൈറ്റ് ആയിട്ട് പിടിക്കുക. ഇനി ഈ സെറ്റ് സ്ക്വയർ നേരെ ഈ പോയിന്റിലോട്ട് നമ്മൾ നീക്കി കൊടുക്കണം. എങ്ങനെയാണ് നീക്കേണ്ടത് കണ്ടോ മോളെ? കണ്ടോ? ഓക്കെ ആണല്ലോ? ഇനി അത് കൂട്ടി വരയ്ക്കുക. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ഇനി എന്താ ചെയ്യാ, ഈ സെയിം പ്രോസസ് തന്നെയാണ് ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. ചെറുതായിട്ട് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ആരാ? ഓക്കെ, ജൈന പറ. വരക്കാൻ ഫാസ്റ്റ് ഇല്ല അല്ലേ? പ്രൊട്രാക്ടർ വെച്ച് മോക്ക് ഞാൻ ഇതിന്റെ റെക്കോർഡ് ഒന്ന് അയച്ചു തരാം. മോളൊന്ന് സ്ലോ ആയിട്ട് ഇരുന്ന് കാണുമോ? ഓക്കെ ആണോ വരക്കാനുള്ളത്? ഓക്കെ, മോക്ക് ട്രയാങ്കിൾ വരക്കാൻ അറിയോ? അത് കറക്റ്റ് ആക്കി വരച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജൈന പറയട്ടോ. ഇപ്പൊ 6 സെന്റിമീറ്ററും ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 70 ഡിഗ്രിയും വന്ന ട്രയാങ്കിൾ എങ്ങനെയാ വരക്കുക എന്നുള്ളത് മോക്ക് മനസ്സിലായോ? എങ്ങനെയാ വരയ്ക്കുക? ആദ്യം എന്ത് ചെയ്യാ, 6 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക, ആദ്യം 6 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു എൻഡിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ആംഗിള് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, നമ്മൾ വരച്ച ലൈൻ ഉള്ള ഭാഗത്തുനിന്ന് വേണം എന്ത് ചെയ്യാൻ, ആംഗിള് മെഷർ ചെയ്യാൻ. അപ്പൊ ഇവിടെ നിന്ന് മെഷർ ചെയ്തുകൊണ്ട് നമ്മൾ എത്ര ഡിഗ്രി വരയ്ക്കണം? ഇവിടെ 50 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ 50 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നേരെ ഒരു വര വരയ്ക്കുക. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് ഈ എൻഡിൽ നമുക്ക് കിട്ടേണ്ടത് 70 ഡിഗ്രിയാണ്. ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ലൈന്. ഈ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യാ, 70 ഡിഗ്രി അളവെടുത്തിട്ട് ഇങ്ങോട്ടേക്കും വര വരയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഇത് വരച്ചില്ലേ? ഓക്കെ. ഇനി വേറെ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് 3 ലൈൻസ് ആണ് തരുന്നത്, അതായത് 3 സൈഡ്സിന്റെ അളവാണ് തരുന്നത് എന്നിരിക്കട്ടെ. അതായത് 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ,
4 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് തന്നത്, അളവ് തന്നത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ. ഇവിടെ ആംഗിൾസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക ചെയ്യേണ്ടത്, ഇതിലെ വലിയ അളവ് 4 സെന്റിമീറ്റർ താഴെ വരച്ചോ. ഓക്കെ ആണല്ലോ, 4 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. ഏത് അളവ് വേണമെങ്കിലും വരയ്ക്കാൻ, കുഴപ്പമില്ല. ബാക്കി നമുക്ക് ഒരു സൈഡ് 2 സെന്റിമീറ്ററും ഒരു സൈഡ് 3 സെന്റിമീറ്ററും അല്ലേ വരേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, സ്കെയിലിൽ 2 സെന്റിമീറ്റർ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് കോമ്പസ് പിടിക്കുക. അതറിയൂലേ എങ്ങനെയാന്നുള്ളത്? കോമ്പസ് പിടിച്ചിട്ട് ഈ സൈഡിൽ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിൾ ഫുള്ളായിട്ട് വരയ്ക്കരുത്, സർക്കിളിന്റെ ഒരു പാർട്ട് ഇതിന്റെ മിഡിൽ കഴിഞ്ഞു പോകുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് ഈ 3 സെന്റിമീറ്റർ ആണ്. ഈ 3 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, അതും കോമ്പസിനകത്ത് അളവെടുത്തിട്ട് ഈ പോയിന്റിൽ വെക്കുക. ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് 2 ആർക്കും കൂടി ചേരുന്ന സ്ഥലത്ത് നിന്ന് ട്രയാങ്കിൾ വരയ്ക്കും. സൈഡാണ് തരുന്നതെന്നുണ്ടെങ്കിൽ കോമ്പസിൽ അളവെടുത്തിട്ട് വേണം എന്ത് ചെയ്യാന്, ട്രയാങ്കിൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി വരക്കാനുള്ളത് എന്ത് ചെയ്യണം, സ്പീഡാക്കി വരക്കാൻ പഠിക്കണം. ഓക്കെ ആണല്ലോ? ആ വീഡിയോസ് ഇനി എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നില്ലേ മറ്റേ ഇങ്ങനെ 70 ഡിഗ്രീസ്. പിന്നെ വീണ്ടും വരച്ചില്ലേ? വീണ്ടും വരച്ചു. അതെനിക്ക് ദിസ് വൺ അല്ലേ? ഇതുവരെ വരച്ചോ? ഇനി എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും നമ്മളെ പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ വെച്ചോ? എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗത്തുനിന്ന് മെഷർ എടുക്കണം. ഈ ഭാഗത്തുനിന്ന്, കാരണം ഇങ്ങോട്ടേക്കാണ് ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാനുള്ളത്. ആ ഭാഗത്തുനിന്ന് വീണ്ടും 50 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരും, ഇതിന് പാരലൽ ആയിട്ട് കിടക്കും. ഇനി എന്ത് ചെയ്യാ, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് 70 എടുക്കുക. ഇവിടെ 70 അല്ലേ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ഇനി 70 അല്ലേ മാർക്ക് ചെയ്യാനുള്ളത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് 6 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ആയിരിക്കണേ. മൊത്തം 10 എടുത്ത് വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതില്ലേനോ ഇങ്ങനെ വരച്ചിട്ട് ബാക്കി ഞാൻ വരച്ചില്ല. ഇങ്ങനെ മേലെ മോക്ക് ഞാൻ ഇതിന്റെ വീഡിയോ അയച്ചുതരാം, റെക്കോർഡഡ് അയച്ചുതരാം. ഓക്കെ, മോൾ അതൊന്ന് കണ്ടു നോക്കി വരയ്ക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കും. ഇതേ സെയിം പ്രോസസ്സിൽ തന്നെയാണ് അത് വരയ്ക്കുന്നത്. മോൾ അതൊന്ന് സ്ലോ ആക്കിയിരുന്ന് കണ്ടു നോക്ക്. ഓക്കെ, എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടു കേട്ടോ, റെക്കോർഡഡ് ചോദിച്ചിട്ട്. ഓക്കെ ആണല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓക്കെ ആയില്ലേ? വരക്കാനുള്ളത് മാത്രമല്ലേ സ്ലോ ആയിട്ടുള്ളായിരുന്നു മോള്. അപ്പൊ മോക്ക് ഞാനത് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? ആയിക്കോട്ടെ. ക്രോഷറ്റ് എന്തോ ഉണ്ടാക്കിയെന്നെന്തോ പറഞ്ഞല്ലോ മോൾ, ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഗുഡ്, നല്ലതാട്ടോ. ഓക്കെടാ, കീപ് ഇറ്റ്. ജോയലിന് എന്താ ഡൗട്ട്? പറഞ്ഞോ. 12 ഡിഗ്രിയുടെ 70. 12 ഡിഗ്രിയോ? ഇതാണോ? അതന്നെ. ഇതിനകത്ത് എന്താ? ഏറ്റവും മുകളത്തെ ഏതാ വരുന്നതടാ? ഏറ്റവും മുകളത്തെ അളവ് ഏതാണെന്നാണോ അറിയാത്തത്? 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഈ 6 സെന്റിമീറ്ററോ? എനിക്ക് മനസ്സിലായി, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുന്ന 6 സെന്റിമീറ്റർ അല്ലേ? സെറ്റ് സ്ക്വയർ കൊണ്ടുപോകാൻ പഠിച്ചോ? സെറ്റ് സ്ക്വയർ എങ്ങനെ വെക്കാന്ന് മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വര വരക്കുക.
സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഈ എൻഡ് പോയിന്റ് നിൽക്കുന്ന ഭാഗല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുക്കുമ്പോ 1 2 3 ഇതല്ലേ 3 വരുന്നത്. 3 ഇവിടെ വരുന്ന രീതിയിൽ വെക്കുക. 3 സെന്റിമീറ്റർ. 0 സെന്റിമീറ്റർ ഇവിടെ വരുന്ന രീതിയിൽ വെക്കുക. ഒന്നെടുത്ത് നോക്കിയാ ഇപ്പൊ കിട്ടിയില്ലേ? അങ്ങനെ 6 സെന്റിമീറ്റർ ആയിക്കൂടെ. ഇപ്പൊ നമ്മൾ 3 സെന്റിമീറ്റർ വരച്ചു, ഇങ്ങോട്ടേക്ക് 6 സെന്റിമീറ്ററും കിട്ടും. അപ്പൊ ഓക്കെ ആയോ? ആ 3 സെന്റിമീറ്റർ തന്നെ ഇങ്ങോട്ട് നീക്കി വരച്ചാ മതി. വരച്ചോ? വരച്ചില്ലേ? ഇനി സാധാ പോലെ ട്രയാങ്കിൾ വരക്കാൻ അറിയില്ലേ? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും വരക്കുക. ആർക്ക് മാർക്ക് ചെയ്യുക, ട്രയാങ്കിൾ ആക്കുക. പിന്നെ ഈ അടുത്ത 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ക്വസ്റ്റ്യനിലില്ലേ? ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല? ഇനി അടുത്തത് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വരുന്നത് പറഞ്ഞാല് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് 1.5ഉം ഇങ്ങോട്ട് 1.5 കൊടുത്താൽ മതി. അപ്പൊ 3 സെന്റിമീറ്റർ ആവൂലേ? നമ്മൾ ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ടാക്കി അതേപോലെ തന്നെ മൊത്തം 3 സെന്റിമീറ്റർ കിട്ടാൻ മിഡിലാക്കി വെക്കാം. അതായത് മോനെ നമുക്ക് മൊത്തം ഇവിടെ വരുന്നത് അറിയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് 1.5 ഇങ്ങോട്ടേക്ക് 1.5 എടുത്താലല്ലേ 3 ആവുക. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ 6 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് 3ഉം ഇങ്ങോട്ടേക്ക് 3 എടുത്തു. അപ്പൊ ഇനി ഇവിടെ 4 സെന്റിമീറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്ര എടുക്കണം? ഇവിടെ 4 സെന്റിമീറ്റർ ആണ് വരക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്ററും എടുക്കണം. മനസ്സിലായോ? നേരെ പകുതി എടുക്കുക. സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ശരി കേട്ടോ. ഓക്കെ ബൈ. ശിവഗംഗ ക്ലാസ്സിൽ നന്നായിട്ട് ലേറ്റ് ആയിട്ടാണോ കേറിയേ? ശിവഗംഗ ഹലോ ശിവഗംഗ സംസാരിക്കുന്ന മോളൊന്ന്. ഓക്കെ എന്നാ മോക്ക് ഞാൻ ഇതിന്റെ റെക്കോർഡ് അയച്ചിടാം കേട്ടോ. ഓക്കെ ആണോ? ശരി ഓക്കേടാ സെറ്റ്. ദേവനക്കുട്ടി ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ, എന്താ ഡൗട്ട്? സെറ്റ് സ്ക്വയർ അത് 2 സെറ്റ് സ്ക്വയർ ആണ് കേട്ടോ. ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ്. ഓക്കെ അത് 2 യൂസ് ചെയ്യാം. 2 യൂസ് ചെയ്ത് വരയ്ക്കാം. രണ്ടും നമുക്ക് റൈറ്റ് ആംഗിൾ തരുന്നില്ലേ, റൈറ്റ് ആംഗിൾ ആയിട്ട് തരുന്നില്ലേ, അങ്ങനെ വന്നതുകൊണ്ട് അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ വരച്ചില്ലേ? കറക്റ്റ് ആയില്ലേ? ഓക്കെ ബൈ. ഓക്കെ ശിവഗംഗ ലവ് യു ബൈ. ലവ് യു ഓൾ. ദേവനക്കുട്ടി എല്ലാവർക്കും ബൈ. ഗുഡ് നൈറ്റ്. മക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനിയും കുറെ ഫിഗേഴ്സ് ഒക്കെ വരക്കാറുണ്ട് ജോമെട്രിയിൽ. അപ്പൊ അതുവരെ കാണാം. ബൈ.